من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആയത്തുൽ കുർസി ആണ് അവസാനം വായിച്ചത്. അള്ളാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും, അതിൽ ഇസ്ബാത്തും നഫിയുമുണ്ട്. അള്ളാഹുവിന് ഉണ്ടാകേണ്ടുന്ന കാര്യങ്ങളെ സ്ഥാപിച്ചുകൊണ്ടും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളെ നിഷേധിച്ചുകൊണ്ടുമാണ് ഈ അസ്മാഉകളും സിഫാത്തുകളും അള്ളാഹു പ്രതിപാദിക്കുന്നത്. അതിന്റെ ഉദാഹരണമായിട്ടാണ് സൂറത്തുൽ ഇഖ്ലാസും ആയത്തുൽ കുർസിയും കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചത്. അടുത്തത് അള്ളാഹുവിന്റെ ഏതാ നിങ്ങളിൽ തുടങ്ങുന്നത്? വതവക്കൽ അലൽ ഹയ്യ് എന്നുള്ള വൽ അവ്വൽ വൽ ആഖിറ ആണല്ലേ. അൽ ജംഉ ബൈന ഉബി വ ഖുർബിഹി വ അസ്ലിയതിഹി വ അബിഹി. അൽ ജംഉ ഒരുമിച്ച് കൂട്ടൽ, ബൈന ഉലുവിഹി വ ഖുർബിഹി ഉലുവിനും ഖുർബിനും ഇടയിൽ എന്ന അള്ളാഹു പിന്നെ അഅല, അള്ളാഹു ഉന്നതനാണ് എന്നുള്ളത് നേരത്തെ വഹുവൽ അലിയ്യുൽ അദീം ആയത്തുൽ കുർസിയുടെ അവസാനത്തിൽ വഹുവൽ അലിയ്യുൽ അദീം, അള്ളാഹു ഉന്നതനാണ് എന്ന് പറഞ്ഞാൽ സ്ഥാനം കൊണ്ടും പദവി കൊണ്ടും അതുപോലെ തന്നെ അള്ളാഹു നിലകൊള്ളുന്ന സ്ഥലം കൊണ്ടും എല്ലാ നിലക്കും പിന്നെ ഉന്നതനാണ്. അള്ളാഹു അലിയാണ്, അയലയാണ്, ഉന്നതനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അള്ളാഹുവിന്റെ ഖുർബ്, അള്ളാഹുവിന്റെ അടുപ്പം, സാമീപ്യത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹു മേലെയാണെന്നും പറയാ, അതോടൊപ്പം അള്ളാഹു ഖരീബാണ്. ഇബാദി അന്നി ഫൈനി ഖരീബുൻ, ഞാൻ അടുത്താണ്. അപ്പൊ ആ അടുത്ത് എന്ന് പറഞ്ഞത് എങ്ങനെ, മേലെ എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? വഅസലിയതിഹി വഅബദിയതിഹി. അസൽ എന്ന് പറഞ്ഞാല് അള്ളാഹു പണ്ടേ ഉള്ളവനാണെന്ന് പറയല്ലേ. അപ്പൊ അള്ളാഹു എന്ന് തുടങ്ങി ഏറ്റവത്തില്ല, ഏത് കാലം മുതലാണ് അതില്ല. അപ്പൊ അള്ളാഹു അസ്ലി എന്നാൽ അള്ളാഹു പണ്ടേ ഉള്ളവൻ. അപ്പൊ അള്ളാഹുവിന്റെ ആ മുമ്പേ ഉണ്ടാവുക എന്ന അവസ്ഥ, അതാണ് അസ്ലിയത്ത്. അബദിയത്ത് എന്ന് പറഞ്ഞാല് ഇനി ഇങ്ങോട്ട് ലാസ്റ്റേക്ക് പോയാലോ, ഏതറ്റം വരെ മനുഷ്യനും അല്ലെങ്കിൽ ഈ ലോകത്തിനും ലോകത്തുള്ള സൃഷ്ടികൾക്കും ഒക്കെ എന്തുണ്ട്, ഒരവസാനമുണ്ട്. അള്ളാഹുവിന് അങ്ങനെ ഒരു അവസാനമില്ല. അപ്പൊ അബദിയത്ത് അതെന്ന് പറഞ്ഞാല് എന്നെന്നും എക്കാലവും എന്നാണ്. അപ്പൊ അബദിയത്ത് എക്കാലവും ഉണ്ടാവുക എന്ന അവസ്ഥ. അപ്പൊ അള്ളാഹിനൊരു തുടക്കവുമില്ല, എന്തുമില്ല, ഒടുക്കമില്ല. അപ്പൊ ഒടുക്കം അങ്ങോട്ട് വരെ ഏറ്റവും ഒടുക്കം എന്താണോ അത് അള്ളാണ്, ഇങ്ങോട്ട് കണ്ടോടെ ഏറ്റവും അവസാനം എന്താണോ അത് വരാ. അള്ളാഹ് അതിന്റെ അപ്പുറത്തൊന്നുമില്ല, പുറത്തൊന്നുമില്ല. അപ്പൊ ഇത് രണ്ടിനെയും അള്ളാഹു ഖുർആനിലൂടെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അതിനുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് ഇവിടെ പറയുന്നത്. വഖൗലുഹു സുബ്ഹാനഹു, അല്ലാഹു തആലയുടെ വാക്ക് സൂറത്തുൽ ഹദീദിലെ 3-ാമത്തെ ആയത്താണ് കൊടുത്തിട്ടുള്ളത്. ഹുവൽ അവ്വലു വൽ ആഖിർ വല്ലാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ശൈഇൻ അലീം. ഹുവൽ അവ്വലു വൽ ആഖിറു, ഹുവ അവൻ അല്ലാഹു, അൽ അവ്വലു വൽ ആഖിർ, അവ്വൽ എന്നാൽ ഒന്നാമത്തവൻ, ആഖിർ അവസാനത്തവൻ. ഹുവ അവനാണ്, അള്ളാഹുവാണ്, അൽ അവ്വലു ഒന്നാമത്തവൻ, വൽ ആഖിറു അവസാനത്തവനും അള്ളാഹുവാണ്.
അപ്പൊ ആദ്യത്തവനും അവസാനത്തവനും. വൽ വൽ ബാത്തിൻ, ലഹാന പ്രകടമാവുക, ലാഹിർ പ്രകടമായവനും, വൽ ബാത്തിൻ അത്രയേറെ വിപരീത. പതിനാല് ഒളിഞ്ഞു കിടക്കുക, മറഞ്ഞു കിടക്കുക, രഹസ്യമാവുക എന്നൊക്കെ അർത്ഥം. ലാഹിർ വൽ ബാത്തിൻ പരസ്യവും രഹസ്യവും, അല്ലെങ്കിൽ പ്രകടമായവനും ഒളിഞ്ഞു നിൽക്കുന്നവനും രഹസ്യമായവനും രണ്ടും അല്ലാഹുവാണ്. വഹുവ അവൻ ബിക്കുല്ലി ഷൈഇൻ അലീം, ബിക്കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അലീമുൻ അറിവുള്ളവനാണ്, അറിയുന്നവനാണ്. ഹുവ അല്ലാഹു അൽ അവ്വലു ആദ്യത്തവനാണ്, വൽ ആഖിറു അവസാനത്തവനാണ്, വല്ലാഹിറു പ്രത്യക്ഷമായവനാണ്, വൽ ബാത്തിനു നിഗൂഢമായവനാണ്, വഹുവ ബിക്കുല്ലി അലീം എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അള്ളാഹു അറിയുന്നവനാകുന്നു. ഇവിടെ ആയത്ത് മക്കൾ പറയുന്നുണ്ട്. ഒന്ന് അവൽ എന്ന ഗുണം, ആഹിർ, ലാഹിർ, ബാത്തിൻ, പിന്നെ അലീമുൻ അറിയുന്നവൻ. ഇവിടെ കൊടുത്ത ഹെഡിങ് അനുസരിച്ച് എന്താണ്, ഇൽമിനെ പറഞ്ഞിട്ടില്ല. ഉലുവ്, ഉറുബ്, അദലിയത്ത്, അബദിയത്ത് ഇതിനൊക്കെ ഉള്ള തെളിവ് ഈ ആയത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ ആയത്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അല്ലാഹു അൽ അവൽ ആദ്യത്തവനാണ് എന്നാൽ അള്ളാഹുവിന്റെ മുന്നേ വേറൊരാളില്ല. ഇവിടെ അൽ അവൽ അൽ ആഖിർ അള്ളാഹു ശ്രദ്ധയായിട്ട് പറയാമോ. അപ്പോ പിന്നെ ആദ്യത്തവൻ എന്നാൽ ലോകം മൊത്തം പരിശോധിച്ചാൽ ഏറ്റവും ആദ്യം ഉണ്ടായവൻ അതാരാ? അള്ളാഹുവാണ്. അപ്പൊ പിന്നെ അതിന്റെ അപ്പുറത്ത് വേറൊരാളുണ്ടോ, അല്ലെ വേറെ ശക്തിയുണ്ടോ, വേറെ വസ്തു ഉണ്ടോ? അതില്ല. ഇനി അൽ ആഖിർ ഏറ്റവും അവസാനത്തേക്ക് പോയാൽ ഇപ്പൊ ലോകം നശിക്കുന്നു, പ്രപഞ്ചം നശിക്കുന്നു, പ്രപഞ്ചത്തിലുള്ള എല്ലാം നശിക്കുന്നു, എല്ലാം അവസാനിച്ചു. ഇവിടെ ഏറ്റവും അവസാനത്തെ ആളും ആരാ? അള്ളാഹുവിന്റെ വേർന്നില്ല. അപ്പൊ അൽ അവൽ അവൽ അള്ളാഹുവാണ്, അള്ളാഹു തോന്നില്ല. അള്ളാഹുവാണ് അവസാനത്തവൻ, അള്ളാഹ്ക്ക് ശേഷം പിന്നെ വേർന്നില്ല. എന്നല്ല കൊടുക്കോ കാര്യം തന്നെ അള്ളാഹു തന്നെ. പിന്നെ ലാഹിറു വൽ ബാത്തിൻ ഇപ്പൊ പ്രകടമായിരിക്കുന്ന സാധനങ്ങളുണ്ട്, പ്രകടമാകാത്ത മറഞ്ഞിരിക്കുന്ന വസ്തുക്കളുണ്ട്. എന്നാൽ അള്ളാഹു ലാഹിറുമാണ്, ബാത്തിനാണ്. എന്നാൽ പ്രകടമായ വസ്തുക്കളിൽ അള്ളാഹിനേക്കാൾ പ്രകടമായ ഒന്നും വേറല്ല. നിഗൂഢമായ വസ്തുക്കളിൽ അള്ളാഹിനേക്കാൾ നിഗൂഢമായ വേറൊന്നുമില്ല. ലാഹിർ ബാത്തിനാൽ പ്രത്യക്ഷവും പരോക്ഷവും അർത്ഥം. പ്രത്യക്ഷമായവനും പരോക്ഷമായവനും, പ്രകടമായവനും പ്രകടമല്ലാത്തവനും എന്ന് പറഞ്ഞാൽ ഇപ്പോ പ്രകടമായി കാണുന്നതിന്റെ അപ്പുറത്ത് വേറൊന്നില്ല. അതിന്റെ ഏറ്റവും പ്രകടമായവനാരാ? പ്രത്യക്ഷമായവൻ അള്ളാഹുവാണ്. ഒളിഞ്ഞിക്കുന്ന നിഗൂഢത അതിന്റെ ഏറ്റവും ഉള്ളിൽ ഉള്ളതാരാ? അതും അള്ളാഹു. എന്നാ പ്രത്യക്ഷവും പരോക്ഷവും അതിന്റെ അപ്പുറപ്പുറവും അള്ളാന്റെ അപ്പുറപ്പുറവും വേറെ ഒരാളോ ഒരു ശക്തിയോ ഇല്ല. ഇത് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച് മുസ്ലിമിന്റെ ഹദീസ് കാണാൻ നിങ്ങളെ അല്ലാഹു അൻതൽ അവ്വലു ഫൈഅബ്ലക ഷൈഇൻ വഅൻതൽ ലാഹു ഫലൈസ വഅൻതൽ ലാഹിറു ഫലൈസ ഫൗഖക ഷൈഇൻ വഅൻതൽ ബാത്തിനു ഫലൈസ ദൂനക ഷൈഇൻ. അല്ലാഹുമ്മ അല്ലാഹുവേ അന്ത നീയാണ് അൽ അവ്വൽ ആദ്യത്തവൻ, ഏറ്റവും ആദ്യമുള്ളവൻ നീയാണ്. നിന്റെ മുന്നേ ഇല്ല ഷൈഉൻ ഒന്നുമില്ല. അപ്പൊ ഏറ്റവും ആദ്യം അള്ളാണ്. അപ്പൊ അള്ളാന്റെ മുമ്പേ ഷൈഉൻ ഒരു സംഗതിയുമില്ല. വാന്തിൽ നീയാണ് അവസാനത്തവൻ. ഫലൈസ ബഅദക ഷൈഉൻ നിന്റെ ശേഷം നീ വേർന്നില്ല. വാന്തൽ ലാഹിർ നീ പ്രത്യക്ഷമായവൻ. ഫലൈസ ഫൗഖക ഷൈഉൻ നിന്റെ മേലെ വേർന്നില്ല. വാന്തൽ ബാത്തിൻ നീയാണ് പരോക്ഷമായവൻ. ഫലൈസ ദൂനക ഷൈഉൻ നിന്റെ താഴെ ഏറ്റവും പരോക്ഷമായിട്ടുള്ളത് നീയാണ്, എന്റെ താഴെ വേർന്നില്ല. അവിടെ ഈ പറഞ്ഞ ആയത്ത് ഒന്നുകൂടി അവിടെ മുമ്പുമില്ല ശേഷവുമില്ല, പിന്നെ മുകളിലുള്ള താഴെയില്ല എന്ന് ചേർത്തുകൊണ്ട് ഹൈദൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഈ 4 പറഞ്ഞിലൂടെ വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ കഴിഞ്ഞ ആയത്തിൽ എന്താ പറഞ്ഞത്? വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി അള്ളാഹു പിന്നെ എല്ലാം അറിയുന്നവനാണ്. അള്ളാഹുവിന്റെ ഇൽമ് അവൻ അറിയിച്ചു കൊടുക്കുന്നതല്ലാതെ മറ്റൊന്നും ആർക്കും അറിയാൻ സാധ്യമല്ല. പക്ഷെ അള്ളാഹു എല്ലാറ്റിനെയും വലയം ചെയ്യുന്നു. ഞാൻ ക്ലാസ്സിൽ ആയത്തിൽ കുറിച്ച് പഠിച്ചു. അപ്പൊ അതുമായിട്ടൊരു ബന്ധപ്പെടുന്നുണ്ട്. എല്ലാറ്റിനെയും അള്ളാഹു വലയം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്ഥലം നോക്കുകയാണെങ്കിൽ സ്ഥലത്തിന്റെ ഏറ്റവും മേലെ പോയാൽ അവിടെ ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ അത് അള്ളാഹു അറിയുന്നു. ഇനി ഏറ്റവും താഴോട്ട് പോയാൽ അവിടെ ആരുണ്ട്? അള്ളാഹുവിന്റെ അറിവും കഴിവുണ്ട്.
ഇനി കാലം നോക്കുകയാണെങ്കിൽ കാലത്തിന് അങ്ങേയറ്റം പോയാൽ അവിടെ ആരാളുള്ളത്? അള്ളാഹുവാണ്. കാലത്തിന്റെ ഏറ്റവും ഇങ്ങോട്ട് പോയാൽ, അവസാനത്തേക്ക് പോയാൽ അവിടെ ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ കാലത്തിന്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും രണ്ടും അള്ളാഹുവിന്റെ പിടുത്തത്തിലാണ്, അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടതാണ്. ഇനി സ്ഥലം നോക്കിയാൽ സ്ഥലത്തിന്റെ മേലെയും താഴെയും. അപ്പൊ എന്തായി? നാലിട്ടും സ്ഥലത്തിന്റെ രണ്ടറ്റവും കാലത്തിന്റെ രണ്ടറ്റവും അള്ളാഹുവിന്റെ അറിവിലും പിടുത്തത്തിലും. ഈ നിലയ്ക്ക് എല്ലാ 4 ഭാഗത്തിലൂടെയും, സ്ഥലത്തിന്റെയും കാലത്തിന്റെയും 4 ഭാഗങ്ങളിലൂടെയും അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നു. അപ്പൊ ഇപ്പൊ ഈ 4 കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? അതിന്റെ അപ്പുറം വേറെ സംഗതിയില്ല. എന്നാൽ അള്ളാഹുവിന്റെ അറിവിന്റെ പുറത്ത് വേറെ സംഗതിയില്ല. അതുകൊണ്ടാണ് ഇവിടെ അവൽ ആഖിർ എന്ന് പറഞ്ഞത്. ഇവിടെ കിടക്കുന്നില്ല, കിടക്കുമ്പോഴേ കണ്ടില്ലേ, ഇത് പ്രാർത്ഥന ആയിട്ടാണത്. അതുകൊണ്ട് അള്ളാഹു മാനത്തല്ല പറഞ്ഞ് പ്രാർത്ഥനയെ തുടങ്ങാണ്. അയോ ജീവനല്ലോ അത്. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. അമ്മാ ബഅദ്. വഹുവൽ അവ്വൽ വൽ ആഖിർ വൽ ളാഹിർ വൽ ബാത്തിൻ. സ്ഥലവും കാലവുമായി ബന്ധപ്പെട്ട എല്ലാ നിലക്കുള്ള അറിവും അതുപോലെ തന്നെ ഒടുക്കവും തുടക്കവും ഇല്ലാത്തവൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ രണ്ടിന്റെയും, സ്ഥലത്തിന്റെയും കാലത്തിന്റെയും പൂർണമായ ഇഹാസത്ത് അള്ളാഹുവിനാണ് എന്നുള്ളതാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു വാചകം, ഫഹാദിയിൽ അസ്മാഉൽ അർബഅ, അതായത് ഈ 4 പേരുകളിൽ ഇതിൽ ആദ്യത്തെ അൽ അവ്വലു വൽ ആഖിർ എന്ന് പറഞ്ഞത് ഇസ്മാനിലെ അസ്ലിയത്തിഹി വ അബദിയത്തിഹി സുബ്ഹാനഹു വ ഇസ്മാനിലെ ഉലുവിഹി വ ഖുർബിഹി. അള്ളാഹുവിന്റെ അസ്ലിയത്തും അബദിയത്തും, വൽ അവ്വലു വൽ ആഖിർ. എന്താ അവ്വൽ തന്നെ? പണ്ടേ ഉള്ളവൻ എന്നതിനെ സൂചിപ്പിക്കാനാണ് എന്ത് അവ്വൽ എന്ന് പറയുന്നത്, അസ്ലിയത്താണ്. അബദിയത്ത് എന്നാല് അള്ളാഹു എക്കാലവും ഉള്ളവനാണ്. അത് രണ്ടും ഇസ്മാനിലി ഒലുവിഹി വ ഖുർബിഹി. അപ്പൊ എന്താ? അവ്വലാണ് ആഖിറാണ്, ഏറ്റവും ഒന്നാമത്തവനാണ് അവസാനത്തവനാണെന്നാണ് ഇവിടെ ഇബ്നു ഖയ്യിം പറയുന്നത് ഒലുവിഹി വ ഖുർബിഹി. അപ്പൊ ഒന്നാമത്തവൻ എന്നാൽ ഏറ്റവും മേലെ, പിന്നെ ആഖിറാണ് എന്ന് പറഞ്ഞാൽ അടുത്തുമാണ്. അത് ഖുർആനിലും നേരത്തെ പറഞ്ഞ ബഖറയില് ഫൈനി ഖരീബ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വേറെ വിഷയം തന്നെയാണ്. ഇതിൽ വേറെ സ്ഥലത്ത് പറയണ്ട എനിക്കറിയില്ല. മഅയ്യത്തുള്ള എന്ന് പറയുന്നത്, അപ്പൊ അള്ളാഹു ഉപരിലോകത്താണ്, മേലെയാണ് എന്ന് പറയുന്നതോടൊപ്പം ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു നിങ്ങളോടൊപ്പമാണ്. ഹൈതുമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളുടെ കൂടെയാണ്. വഹുവ മഅക്കും, അവൻ നിങ്ങളോടൊപ്പമാണ്. ഈ അർത്ഥത്തിൽ ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞതാണ്. അവൻ അള്ളാഹു മഅസ്സാബിരീൻ മഅൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞില്ലേ. അപ്പോ നന്മ ചെയ്യുന്ന ആളുകളുടെ കൂടെയാണ്, സൂക്ഷ്മമായ ആളുകളുടെ കൂടെയാണ്, ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളൊപ്പം നടക്കാന്നാണ്. അല്ല, അപ്പൊ കൂടെയാണ്, നിങ്ങൾ എവിടെയാണോ അവിടെ നിങ്ങളോടൊപ്പം അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെന്ത് കിട്ടും? അള്ളാഹു നമ്മളോട് അടുത്തവനാണ്, നിങ്ങളുടെ ജീവനാടിയേക്കാൾ നിങ്ങളോട് അടുത്തവൻ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ അടുപ്പം എന്താണ്? അള്ളാഹു നമ്മളെ കൂടെ നടക്കുന്നുണ്ടല്ല, അള്ളാഹു റാത്ത് നമ്മളെ കൂടെ ഉണ്ടെന്നല്ല. എന്താണ്? അള്ളാഹുവിന്റെ ഇൽമ് നമ്മുടെ കൂടെയുണ്ട്, അള്ളാഹുവിന്റെ കാഴ്ചയും കേൾവിയും അറിവും ഇത് മൂന്നും നമ്മുടെ കൂടെയുണ്ട് എന്നാണ്. അപ്പോൾ അള്ളാഹു ഏറ്റവും മേലെയാണ്, പക്ഷെ അതോടൊപ്പം വഹുവൽ ആഖിർ അൽ അവ്വൽ വൽ ആഖിർ. അപ്പൊ ആ ആഖിറാണെന്നാൽ അള്ളാഹു നമ്മോട് അടുത്തവനുമാണ്. പിന്നെ അവലിയത്തുഹു സുബ്ഹാനഹു സാബിഖത്തുൻ അലാ അവലിയത്തി കുല്ലി മാ സിവാഹു. അള്ളാഹു അവ്വലാണ്, ഒന്നാമത്തവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളുടെയും എല്ലാ സംഗതികളുടെയും
അവലിയത്ത്, അതിന്റെ ആദ്യമുണ്ടാവുക എന്ന അവസ്ഥയെ ആര് മുൻകടന്നിരിക്കുന്നു? അള്ളാഹ് മുൻകടന്നിരിക്കുന്നു. അപ്പോ ഏതൊരു വസ്തു നോക്കിയാലും, ഏതൊരു ആളെ നോക്കിയാലും, ജീവിയെ നോക്കിയാലും അതിലൊക്കെ എന്തുണ്ട്? ഒരു തുടക്കമുണ്ട്. ഈ ലോകത്തിന് തുടക്കമുണ്ട്. അപ്പൊ ഈ ലോകത്തിന്റെ തുടക്കത്തിന്റെ അപ്പുറത്താണ് ആര്? അള്ളാഹു ഉള്ളത്. ആഖിരിയത്തുഹു സുബ്ഹാനഹു സാബിതത്തുൻ ബഅദ ആഖിരിയത്തി കുല്ലി മാ സിവാഹു. ഇനി അള്ളാഹു അവസാനത്തവനാണെന്നാൽ ഏതൊരു വസ്തുവിന്റെയും, അള്ളാഹു അല്ലാത്ത എല്ലാറ്റിന്റെയും അവസാനത്തിന് ശേഷവും അള്ളാഹുവിന്റെ ആഖിരിയത്താണ്, സ്ഥിരപ്പെട്ടതാണ്. ആഖിരിയത്തുഹു ബഖാഉഹു ബഅദ കുല്ലി ഷൈഇൻ. അള്ളാഹു അവലിയത്തുഹു സബഖുഹു ലികുല്ലി ഷൈഇൻ. അള്ളാഹു അവലാണ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും അള്ളാഹു മുൻകടന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. ആഖിരിയത്തുഹു അള്ളാഹു അവസാനത്തവനാണ് എന്ന് പറഞ്ഞാൽ ബഖാഉഹു ബഅദ കുല്ലി ഷൈഇൻ. എല്ലാറ്റിന്റെയും ശേഷവും ഇവിടെ ആരുണ്ടാവും? അള്ളാഹ് ഉണ്ടാവും. അപ്പൊ എല്ലാറ്റിന്റെയും മുമ്പ് അള്ളാഹു ഉണ്ട്, എല്ലാറ്റിന്റെയും ശേഷവും അള്ളാഹു ഉണ്ട്. പിന്നെ രണ്ടാമത് വേണം എന്താ? വല്ലാഹിറു വൽ ബാത്തിൻ. അള്ളാഹു ലാഹിറാണ്, ബാത്തിനാണ് എന്ന് പറഞ്ഞാൽ വലാഹിയത്തുഹു ഫൗഖിയത്തുഹു വഉലുവുഹു അലാ കുല്ലി ഷൈഇൻ. അള്ളാഹു ലാഹിറാണ് എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളുടെയും മേലെ ആകുന്നു ആര്? അള്ളാഹു. എല്ലാറ്റിന്റെയും മേലെ അള്ളാഹുവാണ്. വമഅന ളുഹൂരി യഖ്തവി അൽ ഉലുവ. അള്ളാഹു ലാഹിറാണ് എന്ന് പറഞ്ഞാൽ അത് ഉലുവിനെ, അള്ളാഹു ഉന്നതനാണ് അല്ലെങ്കിൽ അള്ളാഹു മേലെയാണ് എന്നതിനെ തേടുന്നു. ലാഹിറു ഷൈഇ മാ അലാ മിൻഹു. ഒരു വസ്തുവിന്റെ ലാഹിർ എന്ന് അതിൽ നിന്ന് മേലെയുള്ള ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. വബുതൂനുഹു സുബ്ഹാനഹു ഇഹാതത്തുഹു ബികുല്ലി ഷൈഇൻ ബിഹൈസു യകൂനു അഖറബ ഇലൈഹി മിൻ നഫ്സിഹി വഹാദാ ഖുർബുൽ ഇഹാതത്തിൽ ആമ്മ. ഇനി അള്ളാഹു ബാത്തിനാണ്, നിഗൂഢമായവനാണ് അല്ലെങ്കിൽ പരോക്ഷമായവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അറിവ് എല്ലാ വസ്തുക്കളെ സംബന്ധിച്ചുമുണ്ട്. അതോട് ആ അറിവ് എന്നുള്ള നിലക്ക് അള്ളാഹു ആ വസ്തുവിനോട് അതിനേക്കാൾ അടുത്തവനുമാകുന്നു. അപ്പൊ ആ നിൽക്കെന്തായി? എല്ലാറ്റിനെ കുറിച്ചും അള്ളാഹുവാണ് ഏറ്റവും കൃത്യമായും വ്യക്തമായും അറിയുന്നവൻ. ഇത് ഇബ്നുൽ ഖയ്യിമിന്റെ ഒരു വാചകൻ. അപ്പൊ ഈ പറഞ്ഞതിന് ചുരുക്കം എന്താ? ആദ്യത്തെ രണ്ടെണ്ണത്തെ വേറെ മനസ്സിലാക്കുക, ലാഹിർ ബാത്തിന്റെ വേറെ മനസ്സിലാക്കുക. അപ്പൊ അവൽ വൽ ആഹിർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു അതന്നെ. എന്താണ്? കാലം. കാലത്തിന്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും രണ്ടും അള്ളാഹുവാണ്. അപ്പോൾ കാലം എന്ന് പറയുന്നതിന്റെ തുടക്കം മുതലും ഇനി ഏത് അവസാനം വരെ ഉണ്ടോ, ഇത് രണ്ടും അള്ളാഹുവിന്റെ അറിവിന്റെ ഉള്ളിലാണ്. ഇനി സ്ഥലം നോക്കിയാലോ, അതാണ് അല്ലാഹിർ വൽ ബാത്തിൻ, ഒന്നിന്റെ മേലെ ഉള്ളു. അപ്പൊ ഏതൊരു സംഗതി ഉണ്ടോ അതിന്റെ ഒക്കെ മേലെ ആരുണ്ട്? അള്ളാഹു ഉണ്ട്, സ്ഥലത്തിന്റെ. ഇനി സ്ഥലത്തിന്റെ അടിയിലേക്ക് പോയാൽ അതിന്റെ അറ്റവും അവസാനത്തിൽ വരാനുള്ളത് അള്ളാഹു ഉള്ളത്. അപ്പൊ കാലത്തിന്റെ രണ്ടറ്റവും സ്ഥലത്തിന്റെ രണ്ടറ്റവും മേലെയും താഴെയും ഇതൊക്കെ അള്ളാഹുവിന്റെ ഇഹാത്ത, അള്ളാഹുവിന്റെ വലയത്തിനുള്ളിലാണ്. എന്ന് പറഞ്ഞാൽ ലോകം തുടങ്ങിയത് മുതൽ അവസാനിക്കുകയും ഇനി അതിന്റെ അപ്പുറവും ഇപ്പുറവും, ഇനി ലോകം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ നിലകൊള്ളുന്ന സ്ഥലത്തിന്റെ മേലെയും അതിന്റെ മേലെയും താഴെയും ഒക്കെ ആരുടെ അറിവിനുള്ളിലാണ്? അള്ളാഹുവിന്റെ അറിവിനുള്ളിലാണ്. അപ്പൊ നേരത്തെ നമ്മൾ കഴിഞ്ഞ ആയത്തുൽ കുർസിയിൽ വായിച്ചു പോയ വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അതുപോലെ തന്നെയാണ് യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ, രണ്ടു പറഞ്ഞാണ്. അപ്പൊ മുമ്പുള്ളതും ശേഷമുള്ളതും അള്ളാഹു അറിയുന്നു. പിന്നെ അവന്റെ അറിവിൽ നിന്ന് ഒന്നും ആർക്കും അറിയാൻ സാധ്യമല്ല. അപ്പൊ അള്ളാഹുവിന്റെ പൂർണ്ണമായ കാഴ്ച, കേൾവി, അറിവ് അതിന്റെ പിടുത്തത്തിലാണ് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉള്ളത്. അതിന്റെ മേലെയും താഴെയും ഉർക്കവും ആദ്യവുമായും വേറെ ആരും ഒന്നുമില്ല. ഇതാണ് നമ്മൾ സാധാരണ മറ്റേ അള്ളാഹു എന്താണ്, അള്ളാഹു ഖദീമും ബാക്കി സുന്നി മർസ് പഠിപ്പിക്കുന്ന അശരി അക്കീദല്ല. അള്ളാഹു ഖദീമാണ്, അള്ളാഹു പഴയവൻ. ശരിക്കും അള്ളാഹിനെ കുറിച്ച് ഖദീം എന്നുള്ളത് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ പാടില്ല എന്നോ സെൽഫ് വേണ്ടി. കാരണം എന്താ? പഴയ എന്ന് പറയുമ്പോൾ അതിനകത്തുണ്ടാവും, പഴക്കം എന്ന് പറയുമ്പോൾ അതിന് തുറക്കമുണ്ട്. അപ്പൊ അള്ളാഹിന് തുറക്കമുണ്ടോ? ഇല്ല. അതോടൊപ്പം ഇവിടെ ഉപയോഗിച്ചെന്താ? ഖദീമാണെന്നല്ലോ. ഏതാണ്? അസലീയത്ത് എന്നാ പറഞ്ഞത്. പണ്ടേ ഉള്ളവൻ. അത് തുടക്കല്ല. എന്നാണോ എന്നോ ഉണ്ട്. അതിന്റെ എന്ന് തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല. പഴയതെന്ന് പറയുമ്പോൾ പുതിയതാണ് പിന്നെന്തായി മാറുന്നത്?
അപ്പൊ അതിന് തുടക്കമുണ്ട്. അള്ളാഹിനെ സംബന്ധിച്ചാൽ തുടക്കമല്ല. അതുകൊണ്ടാണ് അസലിയത്ത് അല്ലെങ്കിൽ അസലിയൻ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം എന്താ പറയുന്നത്? വഹുവ ബിക്കുല്ലി ഷൈഇൻ അലീം. അള്ളാഹു എല്ലാ കാര്യത്തെ സംബന്ധിച്ച് അറിയുന്നവനാകുന്നു. അപ്പൊ നമ്മൾ ഈ ഇതിവിടെ എന്താ ആദ്യം പറഞ്ഞ അവല് ആഹിർ ലാഹിർ ബാത്തിൻ എന്നല്ല പറഞ്ഞത്. പിന്നെന്താ അവിടെ ബിക്കുല്ലി ഷൈഇൻ അലീം, എല്ലാറ്റിനെ കുറിച്ചും അറിവുള്ളവനാണ് എന്ന് പറഞ്ഞ ഒരു ബന്ധമെല്ലാം തോന്നാം. പക്ഷെ നേരത്തെ പറഞ്ഞ വിശദീകരണം ഇവിടെ ബന്ധമുണ്ട്. എന്താ? കാലത്തിന്റെ അപ്പുറവും ഇപ്പുറവും സ്ഥലത്തിന്റെ മേലെയും താഴെയും ഒക്കെ അള്ളാഹിന്റെ പിടുത്തത്തിലാണെങ്കിൽ എല്ലാറ്റിന്റെയും അറിവ് വഹുവ ബിക്കുല്ലി ഷൈഇൻ അലീം. അപ്പൊ ഈ കാലത്തിന്റെ ഉള്ളിലും പുറത്തും സ്ഥലത്തിന്റെ ഉള്ളിലും പുറത്തുമായി അള്ളാഹു അറിയാത്ത ഒന്നുമില്ല. അപ്പൊ ആ ആദ്യത്തേനെ ഇവിടെ ബന്ധിപ്പിക്കുകയാണ്. വഹുവ ബിക്കുല്ലി ഷൈഇൻ അലീം. ഇവിടെ ഈ നമ്മളെ പുസ്തകത്തെ കൊടുത്തിട്ടുള്ള ഹെഡിങ്ങിൽ എന്തേ ഉള്ളൂ? അൽ ബാത്തിൻ വരെയുള്ളൂ ആ വിഷയം. പക്ഷെ ഇവിടെ എന്റെ കയ്യിൽ വേറെ പുസ്തകമുണ്ട്. അവിടെ സിഫത്തുൽ ഇൽമി എന്നാണ് ഇതിന്റെ കൊടുത്തിട്ടുള്ളത്, സൈഡ് കൊടുത്തത്. അതെന്താ? എല്ലാം പൊട്ടു. വഹുവ ബിക്കുല്ലി ഷൈഇൻ അലീം മാത്രമല്ല, അവല് ആഹിർ ലാഹിർ ബാത്തിൻ എന്ന് പറഞ്ഞതും എന്തുമായി ബന്ധപ്പെട്ടതാണ്? അള്ളാഹുവിന്റെ ഇൽമുമായി, അള്ളാഹുവിന്റെ അറിവുമായി ബന്ധപ്പെട്ടതാണെന്ന് അർത്ഥം. وقوله سبحانه وتوكل على الحي الذي لا يموت وقوله وهو الحكيم الخبير. ഇവിടെ അള്ളാഹുവിന്റെ വേറെ ഒരു സിഫത്താണ് വിശദീകരിക്കുന്നത്. അതെന്താ? ഹയാത്ത്. ഇത് നേരത്തെ ആയത്തിൽ കുറിച്ച് വന്നതാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യു. അവിടെ അതിന്റെ നഫിയും ഇസ്ബാത്തും രണ്ടും പറഞ്ഞിട്ടുണ്ട്. വതവക്കൽ, ഇത് സൂറത്തുൽ ഫുർഖാനിലെ ആയത്താണ്. ഫുർഖാൻ 58. വതവക്കൽ, നീ ഭരമേൽപ്പിക്കുക. അലൽ ഹയ്യി, ആരുടെ മേൽ? അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുക. അല്ലദി, എങ്ങനെയുള്ള അള്ളാഹുവാണ്, എങ്ങനെയുള്ള ജീവനുള്ളവനാണ്, ഹയ്യാണ്, ലാ യമൂതു, മരിക്കാത്ത. അവിടെ ഒരു നഫിയും ഇസ്ബാത്തുണ്ട്. ഇസ്ബാത്ത് എന്താ? അൽ ഹയ്യു, അള്ളാഹു ജീവനുള്ളവനാണ്. പിന്നെ നബി എന്താണ്? ജീവൻ തന്നെ, ജീവനുള്ളതിന് ഒരു അവസാനം ഉണ്ടാവും, മരണം ഉണ്ടാവും, നാശം ഉണ്ടാവും. എന്നാൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം മരണമോ നാശമോ അല്ല. അപ്പൊ ജീവൻ നഷ്ടപ്പെട്ടു പോവുക എന്നതിനെ അവിടെ എന്ത് ചെയ്തു? നബി ചെയ്തു. അപ്പൊ ഇസ്ബാത്തും വന്നു, നബിയും വന്നു. വതവക്കൽ, നീ ഭരമേൽപ്പിക്കുക. അലൽ ഹയ്യി, എന്നൊന്നും ജീവിച്ചിരിക്കുന്നവന്റെ മേൽ. അല്ലദി, എങ്ങനെയുള്ള ഹയ്യായ അള്ളാഹു, ലാ യമൂതു, മരിക്കാത്ത. അപ്പൊ മരിക്കാത്തവനായ എന്നൊന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ മേൽ നീ ഭരമേൽപ്പിക്കുക. ഇവിടെ എന്താണ് ഇപ്പൊ അള്ളാഹുവിന്റെ സിഫത്തായിലൂടെ കിട്ടിയത്? അള്ളാഹുവിന് ഹയാത്തുണ്ട്, അള്ളാഹുവിന് ഹയാത്തുണ്ട്, അള്ളാഹുവിന് ജീവിതമുണ്ട്. എന്നാൽ എന്തില്ല? മരണമില്ല. അപ്പൊ എന്തിനാണ് ഇവിടെ തവക്കുലുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഈ കാര്യം പറയുന്നത്. തവക്കുൽ, നമ്മളൊരു കാര്യം ഏൽപ്പിക്കണമെങ്കിൽ എന്ത് വേണം? തീരെ ഉറങ്ങാതെ, മരിച്ചു പോകാതെ, അശ്രദ്ധയില്ലാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നവരെ നമ്മൾ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അതാര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് തവക്കുലിനെ കുറിച്ച് പറഞ്ഞത്. തവക്കുലാക്കേണ്ടത് അള്ളാഹുവിൽ തവക്കുലാക്കുക എന്ന് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ നമ്മൾ ഭരമേൽപ്പിക്കുന്ന, തവക്കുലാക്കുന്ന അള്ളാഹു ആരാണ്? ഒരിക്കലും ശ്രദ്ധ തെറ്റാത്ത, മരണം സംഭവിക്കാത്ത, ഉറക്കമോ മയക്കമോ സംഭവിക്കാത്ത, എപ്പോഴും എന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് ആ തവക്കുലിന് ശേഷം അലൽ ഹയ്യി. അപ്പൊ ഹയ്യല്ലാത്ത, അല്ലെങ്കിൽ അതിന്റെ വിപരീതമായ ഉറക്കമോ മയക്കമോ ഉള്ള ഒരാളെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഭരമേൽപ്പിക്കാൻ പറ്റുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഹയാത്ത് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഹയാത്ത് പോലെയല്ല, മറിച്ച് അതെന്താണ്? പരിപൂർണമാകുന്നു, ന്യൂനതയില്ലാത്തതാകുന്നു. വഹുവൽ ഹക്കീമുൽ ഖബീർ, അള്ളാഹു ഹക്കീമാണ്, ഖബീറാണ്. വഹുവ, അള്ളാഹു അൽ ഹക്കീമു, യുക്തിമാനും, അൽ ഖബീറും, സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. വഹുവ, അള്ളാഹു അൽ ഹക്കീമു, ഹിക്മത്തുള്ളവനാണ്, അൽ ഖബീറു. അതുപോലെ ഇതില് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടല്ലേ? അതിന്റെ അതില്ല. തഹരീമിലെ 3-ാമത്തെ ആയത്തിൽ അല്ലെ? അൽ അലീമുൽ ഹക്കീം. അപ്പോ അതുമെന്താ? രണ്ടിലും ഒന്നല്ല ഉള്ളത്. രണ്ടൊന്നാല് ഹക്കീം, ഇൽമു നേരത്തെ പറഞ്ഞു,
ആ വിഷയം തന്നെയാണ് ഇവിടെ എന്ത്? അൽ അലീമുൽ ഹക്കീം. അള്ളാഹു അലീമാണ്. വഹുവ ഷൈഇൻ അലീം എന്ന് പറഞ്ഞേ. അപ്പൊ അവിടെ എന്താ പറയുന്നത്? അൽ അലീമു, അള്ളാഹു ആരാണ്? എല്ലാം അറിയുന്നവനാകുന്നു. പിന്നെ രണ്ടാമത്തത് ആ ഇൽമുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അള്ളാഹു ഹക്കീമാണ് എന്ന് പറഞ്ഞാൽ. ഹിക്മത്ത് എന്നതിൽ നിന്നാണ് എന്ത്? നമ്മുടെ മലയാളത്തിൽ എന്താ? യുക്തിമാൻ, യുക്തിജ്ഞൻ എന്ന് പറയും. അപ്പൊ യുക്തി എന്ന് പറഞ്ഞാൽ എന്താ? അറിവാൻ. അൽ ഹക്കീമു, അള്ളാഹു ഹിക്മത്തുള്ളവനാണ്, എന്നാൽ യുക്തിമാനാകുന്നു എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം. അതിന് പണ്ഡിതന്മാര് ഹക്കീം എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ ഹുക്മ് എന്നതിൽ നിന്നുണ്ടായതാണ്, അല്ലെങ്കിൽ ഹിക്മത്ത് എന്നതിൽ നിന്നാണ്. രണ്ടും പറയാം. അപ്പൊ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഹക്കീമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റേതാണ് ഹുക്മ്, വിധി, ഭരണം, നിയന്ത്രണം ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. അപ്പോ എല്ലാ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കിടയിൽ മനുഷ്യനും അല്ലാത്തവരുമായ, അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ ഉള്ള നടപടിക്രമങ്ങളിലും പിന്നെ മതപരമായ നടപടിക്രമങ്ങളും ദുനിയാവും ആഖിറവും ഒക്കെ അള്ളാഹുവിന്റെ ഹുക്മിലാണുള്ളത്, അള്ളാഹുവിന്റെ ഭരണത്തിലാണുള്ളത്. എന്നാൽ അള്ളാഹുവിന്റെ തീരുമാനവും നിയമവും അനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ പ്രപഞ്ചം, ഈ ലോകം മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പൊ ആ അർത്ഥത്തിൽ അള്ളാഹു ആരാണ്? ഹക്കീമാണ്. പിന്നെ മുഹക്കിം, അഹ്കമ എന്ന് പറഞ്ഞാൽ ബലപ്പെടുത്തുക, മുറുക്കുക, പിരിക്കുക. അതിനകത്ത് പറയും അഹ്കമ എന്ന വാക്ക് ഉപയോഗിക്കും. അത്ഖന, സൂക്ഷ്മമായി അല്ലെങ്കിൽ കൃത്യമായി നിർവഹിക്കുക എന്ന അർത്ഥത്തിൽ. അപ്പൊ ആ അർത്ഥത്തിലും ഇവിടെയാണ് അള്ളാഹു ഹക്കീമാണെന്ന് പറഞ്ഞാൽ അള്ളാഹു മുഹക്കിനാണ് അല്ലെങ്കിൽ മുത്ഖിനാണ്. എല്ലാ കാര്യത്തെയും ബലപ്പെടുത്തി പിന്നെ കൃത്യമായ അറിവോടുകൂടി ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞാൽ. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹക്കീമാണെന്ന് പറയുമ്പോ ഒരു പിന്നെ സംഗതി എങ്ങനെ നടപ്പിലാക്കണം, അല്ലെങ്കിൽ ഒരു സംഗതി എങ്ങനെയൊക്കെ ഉണ്ടാകും, അപ്പൊ അത് നടപ്പിലാകാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അപ്പൊ അതിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ അറിഞ്ഞ് ഒരിക്കലും പരാജയം എന്ന് പറയുന്നത് ഉണ്ടാകാതെ ഒരു കാര്യം ചെയ്യുന്നവരെ കുറിച്ച് എന്ന് പറയാൻ പറ്റുള്ളൂ, ഹക്കീം എന്ന് പറയാൻ പറ്റുള്ളൂ. അവനാണ് ഹിക്മത്തുള്ളവൻ. ആ ഹിക്മത്ത് മനുഷ്യർക്കൊക്കെ ഹിക്മത്തുണ്ട്, പക്ഷെ അള്ളാഹു ഹക്കീം ആയതുപോലെ മനുഷ്യന്മാരാരും ഹക്കീമല്ല. കാരണം എന്താ? നമുക്ക് അറിവുണ്ട്, പക്ഷെ നമ്മുടെ അറിവ് പൂർണ്ണമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സംഗതി ആസൂത്രണം ചെയ്യുന്നു, കുറെ ആലോചിക്കുന്നു, അതിന് വേണ്ട സംഗതികളൊക്കെ ആവിഷ്കരിക്കുന്നു, എന്നാലും അതെന്തായിക്കൊള്ളുന്നില്ല, ഉദ്ദേശിച്ചതുപോലെ നടന്നോളുന്നില്ല. ചിലപ്പോ എന്താ നേരെ വിപരീതമാവും. അപ്പൊ നമുക്ക് ഹിക്മത്തുണ്ട്, പക്ഷെ നമ്മൾ അള്ളാഹിനെ പോലെ എന്തല്ല, അള്ളാഹിന്റെ ഹിക്മത്ത് പോലെ അല്ല നമ്മളെ ഹിക്മത്ത്. അതുകൊണ്ട് നമ്മൾ ഹക്കീമല്ല. എന്നാൽ അള്ളാഹു ഹിക്മത്തുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നടപ്പിലാക്കുന്ന ഒരു കാര്യവും ഒരിക്കലും എന്താവില്ല, പരാജയപ്പെടുകയില്ല. അള്ളാഹു എങ്ങനെ ഉദ്ദേശിച്ചുവോ അതേപോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവൻ. അതാണ് ശരിക്കും ഹിക്മത്ത്. ആ ഹിക്മത്ത് ഉള്ള ആൾക്കേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ മനസ്സിലായില്ലേ? ഹക്കീം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ മനസ്സിലാക്കാം. ഒന്ന് ഹുക്മ്, വിധി, ഭരണം, നിയന്ത്രണം. ഇത് അള്ളാഹുവിന്റേതാണ് ലോകത്ത് മുഴുവൻ. ആ അർത്ഥത്തിൽ അള്ളാഹു ഹക്കീമാണ്. അള്ളാഹുവിന്റെ ഹുക്മാണ് ദുനിയാവിലും ആഖിറത്തിലും ഉള്ളത്, പ്രപഞ്ചത്തിന്റെ കാര്യത്തിലുമുള്ളത്, മതത്തിന്റെ കാര്യത്തിലുള്ളത് ഒക്കെ അള്ളാഹിന്റെ ഹുക്മാണ്. ആ അർത്ഥത്തിൽ അള്ളാഹു ഹക്കീമാണ്. രണ്ടാമത്തേത് എല്ലാ കാര്യങ്ങളും കൃത്യവും സൂക്ഷ്മവുമായി ബലപ്പെടുത്തി ഉറപ്പിച്ചു ചെയ്യാൻ കഴിയുന്ന അറിവുള്ളവൻ. ആ അറിവ് ആർക്കുള്ളൂ? അള്ളാഹുവിനേ ഉള്ളൂ. എന്നാൽ അള്ളാഹുവിന്റെ തീരുമാനത്തിലോ നടപടിക്രമങ്ങളിലോ ഒരു പരാജയം ഒരിക്കലും സംഭവിക്കുന്നില്ല. അപ്പൊ നമ്മൾ സാധാരണ എന്ത് ചെയ്യും? അള്ളാഹ് അള്ളാഹു യുക്തിമാനാണ്. നമ്മളിപ്പോ ആളെ കുറിച്ചും പറയുന്നത് അവൻ ഭയങ്കര യുക്തിയുള്ള ആളാ എന്ന് പറയും. ആ അത് നമ്മൾ മനസ്സിലാക്കുള്ളൂ. ഇത് പണ്ഡിതന്മാരെ ഓരോന്നും ഇപ്പൊ ഈ അസ്മാ സിഫാത്തുകളെ സംബന്ധിച്ചിട്ടുള്ള പുസ്തകങ്ങൾ തന്നെ കാണാം. മലയാളത്തിലുണ്ട് ചെല്ല്, മറ്റേ ആരോ വിവർത്തനം ചെയ്തു തന്നു. അറബിയിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള അള്ളാഹുവിന്റെ ഇതുപോലുള്ള ഓരോ വാക്കുകളെയും സംബന്ധിച്ച് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഭാഷാപരമായ അർത്ഥം എന്താണ്, ഇസ്ലാഹിയായ അർത്ഥം എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട് ഖുർആനിലും ഹദീസിലും എന്ത് വന്നിട്ടുണ്ട്, അതിന് നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഇത് മാത്രം വിജയിക്കുന്ന നൂറുകണക്കിന് പേജുള്ള പുസ്തകങ്ങളുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ഒരു ഹക്കീം ആ അർത്ഥത്തിലല്ല. ഇവിടെ തന്നെ ഇപ്പൊ രണ്ട് ഇത് പറഞ്ഞില്ലേ, ഒന്ന് ഹുക്മ്, അപ്പോ ഇവിടെ അള്ളാഹു ഒന്ന് അലീമാണ്, ഹക്കീമാണ്. അലീം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാലമാകട്ടെ സ്ഥലമാകട്ടെ അതിന്റെ മുഴുവൻ വൃത്തവും അള്ളാഹുവിന്റെ പിടിയിലാകുന്നു.
പിന്നെ ഹക്കീമാണെന്ന് പറഞ്ഞാൽ ഈ ഹക്കീം പറഞ്ഞ രണ്ടർത്ഥത്തിൽ ഇങ്ങനൊക്കെ ലോകം നിയന്ത്രിക്കണമെങ്കിൽ, ലോകം ഭരിക്കണമെങ്കിൽ അതിനെന്ത് വേണം? ഇൽമു വേണം. പിന്നെ കൃത്യമായി ചെയ്യണമെങ്കിൽ അതിനെന്ത് വേണം? അറിവ് വേണം. അതാണ് ഹിക്മത്ത്. അപ്പൊ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഹക്കീം എന്ന് പറയുന്നതും ശരിക്കും ഇൽമുമായി ബന്ധപ്പെട്ടതാണ്. ഇനി വഹുവൽ ഹക്കീമുൽ ഹബീർ, സൂറത്ത് സബയിലെ 1-ാമത്തെ ആയത്ത്. വഹുവൽ ഹക്കീമു, ഹക്കീമാണ് പറഞ്ഞിരുന്നു. പിന്നെ ഹബീർ, ഖിബ്ര എന്ന് പറഞ്ഞാൽ അറിവ് അല്ലെങ്കിൽ പരിചയം, അനുഭവജ്ഞാനം. ഇതിനൊക്കെ ഖിബ്രത്ത് ഉപയോഗിക്കും. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഖിബ്രത്തിനെ അള്ളാഹു അനുഭവിച്ച് മനസ്സിലാക്കിയതല്ല. പിന്നെന്താ? അള്ളാഹുവിന്റെ കൃത്യമായ സൂക്ഷ്മമായ അറിവാണ് ഇവിടെ കൊടുത്തുള്ളത്. വഹിയ അൽ ഹബീർ അല്ലെങ്കിൽ അത് എന്നുള്ളത് ഖിബ്ര എന്നതിൽ നിന്നുണ്ടായതാണ്. അപ്പോ അവരല്ല ഖിബ്രത്ത്. അപ്പൊ ഗൾഫിലൊക്കെ ജോലി പിന്നെ എത്ര ഖിബ്ര ഉണ്ട് ചോദിക്കും. എന്താണ് ഖിബ്ര എന്നതാ? എക്സ്പീരിയൻസ് എത്ര ഉണ്ട്, അനുഭവജ്ഞാനം, പരിചയം എത്ര ഉണ്ട്. അപ്പൊ ആ ഖിബ്ര എന്നതിൽ നിന്നാണ് ഹബീർ ഉണ്ടായത്. വഹിയ അൽ ഇഹാതത്തു ബിബാത്തിൻ അശ്യാഇ വളവാഹിരിഹ. അപ്പൊ ഖിബ്ര എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹബീർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളുടെയും ബവാത്തിൻ, അതിന്റെ ഉള്ള് മനസ്സിലാക്കുക, വളവാഹിരിഹ, അതിന്റെ പുറവും മനസ്സിലാക്കുക. അപ്പൊ അവിടെ നേരത്തെ പറഞ്ഞാൽ കിട്ടി ഏത്? അവ്വലു അൽ അവ്വലു വൽ ആഖിർ വല്ലാഹിറു വൽ ബാത്തിൻ. എല്ലാത്തിന്റെയും ബാത്തിനും വന്നു, അള്ളാഹു ലാഹിറാണ്. അപ്പൊ അള്ളാഹുവിന്റെ അറിവിന്റെ പുറത്തൊരു ലാഹിർ വേറല്ല, അള്ളാഹ് ബാത്തിനാണ്. അതുകൊണ്ട് എല്ലാത്തിന്റെയും ഉള്ളിന്റെ ഉള്ളാണ് അള്ളാഹ്. അതിന്റെ അപ്പുറത്ത് വേറെ ഉള്ളു അപ്പുറം ഒന്നുമില്ല. അപ്പൊ എന്തായി? അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് പെടാത്തൊരു സംഗതി ഉണ്ടാവില്ല. അപ്പൊ അത് എല്ലാ ലാഹിറും എല്ലാ ബാത്തിനും അറിയുന്നവൻ. അതിനാണ് നമ്മൾ മലയാളത്തിൽ സൂക്ഷ്മജ്ഞാനി എന്ന് പറയും, സൂക്ഷ്മമായി അറിയുന്നവൻ. അപ്പൊ ഈ 3 ആയത്തുകളിലും എന്ത് കിട്ടുന്നു? അള്ളാഹുവിന്റെ ഹയാത്ത് എന്ന സിഫത്ത്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇൽമ്, ഹിക്മത്ത് എന്നീ വിശേഷണങ്ങൾ. ഇനി ഇഹാത്തത്തു ഇൽമിഹി ബി ജമീഇ മഖ്ലൂഖാതിഹി, അതിലൊക്കെ നിങ്ങൾ ഈ പറയുന്നത് നോട്ട് ചെയ്ത് നിൽക്കുമ്പോൾ കേട്ടോ. ഇത് വെറുതെ ആയത്തെ അർത്ഥം മാത്രം പഠിച്ചിട്ടില്ല. ഇഹാത്തത്തു ഇൽമിഹി ബി ജമീഇ മഖ്ലൂഖാതിഹി, അള്ളാഹുവിന്റെ അറിവ് എന്ന് പറയുന്നത്, അഹാത്തന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞായിട്ട് പറഞ്ഞത് അഹാത്ത എന്നാൽ വലയം ചെയ്യുക എന്നാണ്. അഹാത്ത യുഹീതു ഇഹാത്തത്ത് വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി, ആയത്തുൽ കുർസി കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു. അതന്നെ അഹാത്ത യുഹീതു, അതിന്റെ മസ്ദറാണെന്ത്? ഇഹാത്തത്ത്, വലയം ചെയ്യൽ. ഇഹാത്തത്തു ഇൽമിഹി, അള്ളാഹുവിന്റെ അറിവ് പൊതിയൽ, വലയം ചെയ്യൽ. എന്തിനെ? ബി ജമീഇ, എല്ലാറ്റിനെയും. ഏതെല്ലാറ്റിനെയും? മഖ്ലൂഖാതിഹി, അള്ളാഹുവിന്റെ സൃഷ്ടികളെ മുഴുവൻ അള്ളാഹുവിന്റെ അറിവ് വലയം ചെയ്യൽ. എന്നാ അള്ളാഹു ഒഴിച്ച് ബാക്കിയൊക്കെ എന്താ? ആലമാണ്. ആലം മുഴുവൻ സൃഷ്ടിയാണ്. അപ്പൊ ഈ ലോകത്തെ മുഴുവൻ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന്റെ അറിവ് പൊതിഞ്ഞിരിക്കുന്നു. അള്ളാഹിന്റെ അറിവുകൊണ്ട് പൊതിഞ്ഞ, അത് വല്ലാത്ത പ്രയോഗമാണ്. അള്ളാഹു അറിയുന്നു എന്നല്ല, പിന്നെന്താണ്? എല്ലാറ്റിനെയും അള്ളാഹു ഇൽമൻ, അറിവ് കൊണ്ടിട്ടുണ്ട്, പൊതിഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ അറിവിന്റെ പൊതിക്കുള്ളിലാണ് ഈ ലോകം, അതിന്റെ അകവും പുറവും എല്ലാം. അപ്പൊ അള്ളാഹു അറിയാത്തതായി ഒന്നും ലോകത്ത് ഉണ്ടാവുകയില്ല. അതാണ് ഇനി പറയാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അതിൽ കൊടുത്ത ആയത്തുകളാണ് യഅലമു മാ യലിജു ഫിൽ അർളി വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ് സമാഇ വമാ യഅറുജു ഫീഹാ. സൂറത്ത് സബയിലെ തന്നെ 2-ാമത്തെ ആയത്ത്. യഅലമു, അവൻ അറിയുന്നു. മാ യലിജു, വലജ യലിജു എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക എന്നാണ്. വലജ യലിജു. യഅലമു, അള്ളാഹു അറിയുന്നു. മാ യലിജു, പ്രവേശിക്കുന്നതിനെ, ഫിൽ അർളി, ഭൂമിയിൽ പ്രവേശിക്കുന്നതെന്തോ അതിനെ അള്ളാഹു അറിയുന്നു. വമ, ഒന്നും. യഅലമു മ, ഏതൊന്ന്? യഖ്റുജു, പുറപ്പെടുക, പുറത്തു വരിക, പുറത്ത് കടക്കുക എന്നർത്ഥം. വമാ യഖ്റുജു, പുറത്തു വരുന്നതും പുറത്തു കടക്കുന്നതും, മിൻഹ, അതിൽ നിന്ന്. ഏതിൽ നിന്ന്? മിനൽ അർളി, ഭൂമിയിൽ നിന്ന്. അപ്പോ മാ യലിജു ഫിൽ അർളി, ഭൂമിയിൽ പ്രവേശിക്കുന്നതിനെയും
വമാ യഖ്റുജു മിൻഹാ, അതിൽ നിന്ന് ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നതിനെയും അള്ളാഹു അറിയുന്നു. വമാ യൻസിലു മിനസ്സമായി, വമാ ഒന്നും, യൻസിലു ഇറങ്ങുക, വർഷിക്കുക എന്നർത്ഥം. വമാ യൻസിലു മിനസ്സമായി ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നതിനെയും, വമാ യഅ്റുജു അറജ യഅ്റുജു കയറിപ്പോവുക, വമാ യഅ്റുജു കയറിപ്പോകുന്നതിനെയും, ഫീഹ നനാസിത്തമായി ആകാശത്തിലേക്ക് കയറിപ്പോകുന്നതിനെയും ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നതിനെയും യഅലമു ആരറിയുന്നു? അള്ളാഹു അറിയുന്നു. യഅലമു അവനറിയുന്നു. മാ യലിജു വലജ യലിജു പ്രവേശിക്കുക, മാ യലിജു പ്രവേശിക്കുന്നതിനെ എങ്ങോട്ട്? ഫിൽ അർളി ഭൂമിയിൽ. വമാ യഖ്റുജു മിൻഹ അതിൽ നിന്ന് പുറത്തു വരുന്നതിനെയും, വമാ യൻസിലു നസല ഇറങ്ങി വർഷിച്ചു പെയ്തു എന്നർത്ഥം. വമാ യൻസിലു മിനസ്സമായി ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നതിനെയും, വമാ യഅ്റുജു ഫീഹ ആകാശത്തിലേക്ക് കയറുന്നതിനെയും അള്ളാഹു അറിയുന്നു. അപ്പൊ ദൈവത്തിനൊന്നും ബാക്കില്ല. ആകാശം ഭൂമി അതിൽ കയറുക, ഇറങ്ങുക, പ്രവേശിക്കുക, പുറത്തിറക്കുക, അതൊക്കെ ആരറിയുന്നു? അള്ളാഹു അറിയുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വിഷയം? എന്താണ്? ഇഹാത്തത്തു ഇൽമില്ലയാണ്. അള്ളാഹുവിന്റെ അറിവ് എല്ലാറ്റിനെയും പൊതിയുന്നു. അപ്പോൾ യഅലമു മാ യലിജു ഫിൽ അർളി ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ മഴ ആകാശത്ത് നിന്ന് വരുന്നു, ഈ മഴ അങ്ങോട്ടാ പ്രവേശിക്കുന്നത്? ഭൂമിയിലേക്കാണ് പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വിത്തിടുന്നു, അല്ലെങ്കിൽ നമ്മളിട്ട്, അല്ലെങ്കിൽ മരത്തിന്റെ മുകളിൽ വിത്തുകൾ വീഴുന്നു, ഈ വിത്ത് പ്രവേശിക്കുന്നത് അങ്ങോട്ടാ? ഭൂമിയിലേക്കാണ്. പിന്നെ ഭൂമിന്റെ ഉള്ളിൽ എന്തുണ്ട്? നിധികളുണ്ട്, നിക്ഷേപങ്ങളുണ്ട്, ഖനികളുണ്ട്, ഖനിജ വസ്തുക്കളുണ്ട്. അതുപോലെ തന്നെ മരിച്ച ആളുകൾ നമ്മൾ മറവ് ചെയ്യുന്നു, അതവിടെ ഇതൊക്കെ പൈല് പെട്ടത് മാ യലിജു ഫിൽ അർളി ഭൂമിയിലുള്ളിലേക്ക് ഇറക്കാന്നാൽ ഇപ്പൊ ലോകത്ത് മരിച്ചെടുക്കുന്ന ആൾക്കാർ ജനമൊക്കെ മരിച്ചു. ഈ മരിച്ച ആളുകൾക്കോടാണുള്ളത്. ചുട്ട് കരിച്ചാലും കത്തിച്ചാലും എന്താക്കിയാലും കവറടിക്കാലും ഒക്കെ ഭൂമിയുള്ളിലാണ്. അപ്പൊ ഈ ആളുകൾ ആരാണ്? എവിടെയാണ്? എന്തൊക്കെയാണ്? ലോകത്തുള്ള മരങ്ങളും ചെടികളും അതിലുണ്ടാകുന്ന വിത്തുകളും ഇതൊക്കെ കോട്ട പോണ്. പെയ്യുന്ന മഴ ഭൂമിയിലേക്കാണ്. അപ്പൊ എന്തായി? ഭൂമിന്റെ ഉള്ളിലേക്ക്. അതുപോലെ തന്നെ ഭൂമിന്റെ ഉള്ളിൽ പിന്നെ ഇപ്പോ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെ, അതുപോലത്തെ പലതരം സ്വർണം, വെള്ളി, വേറെ പല ലോഹങ്ങൾ, ഇതൊക്കെ ഇന്ന് ഭൂമിയിലുള്ളത് കുറിച്ച്. അപ്പൊ ഭൂമിന്റെ ഉള്ളിലുള്ള എല്ലാ സംഗതികളും ഭൂമിയിലേക്ക് കടന്നു വരുന്ന എല്ലാം നടന്നു ഇവില്ല. മാ എലിജു ഫിൽ അർളി അത് ഈ പറഞ്ഞു വരുമല്ലോ. വമാ യഖ്റുജു മിൻഹ ഭൂമി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ പിന്നെ പറയുന്നത്? പിന്നെ സമാവ് വരുന്നുണ്ട്. വമാ യഖ്റുജു മിൻഹ ഇനി ഭൂമിയിൽ നിന്ന് പുറത്തു കടക്കുന്നത്. വമാ യഖ്റുജു പുറത്തു വരുന്നതും മിൻഹ അതിൽ നിന്ന്. ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ അങ്ങോട്ട് എടുക്കുക, വിത്ത് ഭൂമിയിൽ ഉള്ളിലേക്ക് പോകുന്നു, അത് ഭൂമിയുള്ളത് പുറത്തേക്ക് വരുന്നു. അപ്പൊ ഭൂമിയിൽ നിന്ന് എത്ര ചെടികൾ മുളക്കുന്നു, എത്ര മരങ്ങൾ മുളക്കുന്നു, എത്ര സസ്യങ്ങൾ മുളക്കുന്നു, എന്തെല്ലാം സംഗതികൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ കുഴിച്ചെടുക്കുന്ന, പുറത്തേക്ക് എടുക്കുന്ന വസ്തുക്കൾ, സ്വർണം, വെള്ളി, ഖനിജ വസ്തുക്കൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഒക്കെ പെടും. അപ്പൊ ഭൂമിയിൽ നിന്ന് പുറത്തെടുക്കുന്നത്. ഇനി അതല്ലാതെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എന്താണോ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇത് ഒന്നും ബാക്കിയില്ല. ഭൂമിന്റെ പുറത്തുള്ളതും ഉള്ളിലുള്ളതും. അതാണ് നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ആഴ്ചയിലുണ്ടോ. പിന്നെന്താ? വമാ യൻസിലു മിനസ്സമായി ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നത്. ഒന്ന് മഴ ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതാണ്. രണ്ടാമത്തതോ മലക്കുകൾ എവിടെ നിന്ന് ഇറങ്ങിയെന്ന്? മലക്കുകൾ ആകാശലോകത്താണല്ലോ. ആകാശലോകത്തുനിന്ന് മലക്കുകൾ എന്ത് ചെയ്യുന്നു? രാവും പകലും, രാവിലെയും വൈകുന്നേരവും, പിന്നെ പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി അതിന് പ്രത്യേകമായ മലക്കുകൾ, ഇങ്ങനൊക്കെ മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. ഈ മലക്കുകളൊക്കെ എന്താ എപ്പോഴിറങ്ങുന്നു? എത്ര മലക്കുകൾ ഇറങ്ങുന്നു? ഇതൊക്കെ ആരറിയുന്നു? അള്ളാഹു അറിയുന്നു. അപ്പൊ മഴ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല സമയത്ത് മഴ പെയ്യുന്നു. അതുപോലെ അള്ളാഹിന്റെ മലക്കുകൾ അള്ളാഹിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി പിന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ഇതൊക്കെ ആർക്കറിയാം? അള്ളാഹിനറിയാം. ഇനി വമാ യഅ്റുജു ഫീഹ ആകാശത്തിലേക്ക് കയറിപ്പോകുന്നത്. അപ്പൊ ഈ ഇറങ്ങി വരുന്ന മലക്കുകൾ എങ്ങോട്ടാ കയറിപ്പോണ്? ആകാശലോകത്തേക്കാണ്. വെള്ളം ഇങ്ങോട്ട് ഇറങ്ങുന്നു, അതുപോലെ വെള്ളം വന്ന് നീരാവിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ അളവ് എത്രയാണ്? ഇത് എവിടുന്നാണ്, എങ്ങോട്ടാണ്? അത് ആർക്കറിയാം? അള്ളാഹിനറിയാം. പിന്നെ അത് കൂടാതെ കയറിപ്പോണ സാധനം ഉണ്ടാ എന്താ? മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ. റൂഹുണ്ട്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അയമാൻ, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എങ്ങോട്ടാ കയറിപ്പോണ്?
ആകാശത്തെ ചെറുത്. അപ്പൊ ഖുർആനിൽ തന്നെ പറഞ്ഞാൽ വൽ അമലു സാലിഹു യർഫഉഹു, പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നു, അതിനെ ഉയർത്തുന്നു. ആരാ ഉയർത്തുന്നത്? അള്ളാഹു ഉയർത്തുന്നത്. അപ്പൊ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മേലോട്ട് കയറി പോവുകയാണ്. ആഴ്ചക്കുദിവസമല്ല, അത് പ്രത്യേകം സന്ദർഭങ്ങളിൽ, ചില പ്രത്യേക ദിവസങ്ങളിൽ, അതുപോലെ തന്നെ മാസത്തിൽ, അല്ലെങ്കിൽ പിന്നെ ചില പ്രത്യേക ദിവസങ്ങളിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തിങ്കൾ വ്യാഴത്തെ കുറിച്ച് പറഞ്ഞു കാണാം. തിങ്കളും വ്യാഴവും നോമ്പ് വെൽക്കുന്നതിനാ നബിസല്ലല്ലാഹു പറഞ്ഞാൽ തിങ്കളും വ്യാഴവും നോമ്പ് വെൽക്കുന്നത് അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ്. എന്നാൽ ആ 2 ദിവസമേ വെൽക്കുന്നതിനർത്ഥമല്ല. എന്താണ്, ഓരോ ദിവസവും മലക്കൾ ചെയ്യുന്നുണ്ട്. രാവിലെയും വൈകുന്നേരം പോകുന്ന മലക്കളൊക്കെ ഈ കർമ്മങ്ങൾ കൊണ്ടുപോകുന്നു, അള്ളാഹുവിന്റെ അടുക്കൽ എത്തിക്കുന്നു. എന്നാൽ പ്രത്യേകമായി ആഴ്ചയിൽ എന്ത് ചെയ്യുന്നു, തിങ്കളും വ്യാഴവും അള്ളാഹു പ്രത്യേകമായി അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഇത് ഉയർത്തപ്പെടുന്നു. അപ്പോ എന്റെ അമലുകൾ നോമ്പുകാരനായി ഉയർത്തപ്പെടണം എന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു. അവിടെ ഞാൻ തിങ്കളും വ്യാഴം നോമ്പ് വെക്കുന്നത് എന്ന് എനിക്ക് പറഞ്ഞു കാണാം. അപ്പൊ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നു, അള്ളാഹിന്റെ അടുക്കലേക്ക് കയറിപ്പോകുന്നു, ആകാശത്തേക്ക് കയറിപ്പോകുന്നു. അതുപോലെ തന്നെ റൂഹുകൾ, മരിച്ച ആളുകളുടെ റൂഹ്, നല്ല ആളുകളുടെ റൂഹാണെങ്കിൽ എന്ത് ചെയ്യും, ആകാശം കയറിപ്പോകും. ചീത്ത ആളുകളുടെ റൂഹാണെങ്കിലോ ഒന്നാം ആകാശം വരെ എത്തില്ല, അതുകൊണ്ട് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. അത് പിന്നെ അവിടെ അങ്ങോട്ട് കയറിപ്പോകില്ല. നല്ല ആൾക്കാരുടെ റൂഹ് കയറിപ്പോകും. അപ്പൊ ദിവസത്ര ആൾക്കാർ മരിച്ചു, അതിലെത്ര നല്ല ആൾക്കാരുണ്ട്. അപ്പൊ എന്താ, ഒന്നും അവിടെ ബാക്കിയില്ല. പിന്നെ ഈ 4 കാര്യങ്ങൾ, ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്, പുറത്തേക്ക് വരുന്നത്, ആകാശത്തിൽ നടക്കുന്നത്, ആകാശത്തിൽ കയറിപ്പോകുന്നത്. അപ്പൊ ഒരു സംഗതി ബാക്കിയില്ല, എല്ലാം ഇതിൽ പെട്ടു. ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ആയ അള്ളാഹു പറയും. ഏത്, അത് മറ്റേ സിജ്ജീന്നല്ലേ, എന്താണെന്നില്ല, ആകാശത്തേക്ക് പോകില്ല. അത് ബർസഖുമായി ബന്ധപ്പെട്ട കാര്യം വിശേഷിക്കുമ്പോഴും നല്ല ആളുകൾ, സാലിഹ്യങ്ങൾ, രക്താക്ഷികൾ കൊണ്ടൊക്കെ വേറെ വേറെ പ്രത്യേകം ഹദീസുകൾ വന്നിട്ടുണ്ട്. മറ്റത് ചീത്ത ആൾക്കാരാണല്ലോ, അതിങ്ങനെ പിന്നെ ഭൂമിയിലേക്ക് വലിച്ചെറിയാനാണ്. പിന്നെ വഇൻദഹു മഫാത്തിഹുൽ ഗൈബി, അപ്പൊ ഇതിൽ വേറെ വിശദീകരണങ്ങളൊന്നുമില്ല, വിശദീകരണം ഇത് പറഞ്ഞത്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹുവ. വഇൻദഹു, അവന്റെ അടുക്കലാണ്. ആരടുക്കൽ? അള്ളാഹുവിന്റെ അടുക്കലാകുന്നു മഫാത്തിഹുൽ ഗൈബി. മിഫ്താഹ്, മഫാത്തിഹ്. മിഫ്താഹ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ഫതഹ എന്നാണ് തോന്നുന്നു. മിഫ്താഹ് തുറക്കാൻ ഉപയോഗിക്കുന്നത് താക്കോൽ. മഫാത്തിഹ് അതിന്റെ ബഹുവചനം. ഇവിടെ മഫാത്തിഹുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ ഗൈബ് അദൃശ്യം, അദൃശ്യത്തിന്റെ ഖജനാവുകൾ എന്നാണ്, ഖസാഇൻ എന്നാണ് അതിന്റെ തഫ്സീറിൽ അർത്ഥം കൊടുത്തിട്ടുള്ളത്. അദൃശ്യത്തിന്റെ ഖജനാവുകൾ അത് ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ അടുക്കലാകുന്നു. എന്നാൽ അദൃശ്യം എന്നാൽ പിന്നെ ആപേക്ഷികമായി ഗൈബായതുകൊണ്ട് സാക്ഷാൽ ഗൈബുണ്ട്. ഇതൊക്കെ സാഹിബിന്റെ ബുക്കിൽ ഗൈബ് എന്ന പുസ്തകത്തിൽ ചെയ്യുന്നു. സാക്ഷാൽ ഗൈബും ആപേക്ഷിക ഗൈബും. ഇപ്പോ കുറെ ഇതിന്റെ അപ്പുറത്തുള്ളത്, ഉച്ചമേന്റെ അപ്പുറത്ത് ആ റൂമിൽ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഗൈബാണ്. എന്താ അത് നമുക്കറിയില്ല, അത് ആപേക്ഷിക ഗൈബാണ്. ഒരു മനസ്സിലാവും. എന്നാൽ സാക്ഷാൽ ഗൈബ് എന്നുള്ളതോ അത് ഒരിക്കലും മനുഷ്യന് മനസ്സിലാക്കാൻ, ഒരു നിലക്കും മനുഷ്യന് കണ്ടെത്താൻ കഴിയാത്ത സംഗതിയാണ്. ഇവിടെ അള്ളാഹു മാത്രം അറിയുന്ന ഗൈബ് എന്ന് പറഞ്ഞാൽ ഏതാ? ഈ സാക്ഷാൽ ഗൈബാണ്. അപ്പോ ഇൻദഹു മഫാത്തിഹുൽ ഗൈബി, അദൃശ്യത്തിന്റെ ഖജനാവുകൾ അള്ളാഹുവിന്റെ പക്കലാകുന്നു. അതിന്റെ താക്കോലുകൾ അള്ളാഹുവിന്റെ പക്കലാണ്. താക്കോലിന് അള്ളാന്റെ പക്കലാണ്. അപ്പൊ അതിനുള്ളിൽ താക്കോൽ തുറന്നാൽ കിട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് പിന്നെ താക്കോലിനെല്ലാം അറിയാൻ പറ്റുമോ? അള്ളാഹ്ക്കെ അറിയുള്ളതാണ് ഖജനാവുകൾ അള്ളാഹിന്റെ പക്കലാണ്. ലാ യഅലമുഹ, അലിമ യഅലമു അറിഞ്ഞു, ലാ യഅലമു അറിയുകയില്ല, ഹാ ഇതിന് ആ മഫാത്തിഹ്. അതുകൊണ്ടാണ് മുഅന്നസായിട്ട് പറഞ്ഞത്, ഗൈബല്ല ഉദ്ദേശിച്ചത്. ഈ ഗൈബിന്റെ ഖജനാവുകളെ കുറിച്ച് അറിയുകയില്ല. ലാ യഅലമുഹ, ലാ യഅലമു മഫാത്തിഹ, ഈ മഫാത്തിഹുകൾ അറിയുകയില്ല. ഇല്ലാഹുവ, ആരല്ലാതെ? അള്ളാഹു അല്ലാതെ. വയഅലമു, അള്ളാഹു അറിയുന്നു. മാ ഫിൽ ബർരി, ബർ കര, ബഹർ കടൽ, കരയും കടലും. മാ ഫിൽ ബർരി വൽ ബഹരി, കരയിലും കടലിലുമുള്ളത് അള്ളാഹു അറിയുന്നു. അപ്പോ നോക്കി, ബർറ് എന്നല്ല നേരത്തെ പറഞ്ഞ ഭൂമി, അവിടെ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് പുറത്തെടുക്കുന്നവിടെ. ഇവിടെ ഒറ്റ വാചകത്തിൽ മാഫിൽ ബർരി, കരയിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അള്ളാഹു അറിയുന്നു. വൽ ബഹരി, കടല്, ഭൂമിനേക്കാൾ ഭൂമിയിൽ കൂടുതൽ ഭാഗം എന്താ? കടലാണല്ലോ. മൂന്നിൽ 2 ഭാഗം വെള്ളമല്ല ഭൂമിന്റെ ഏകദേശം.
അപ്പൊ ആ കടലിൽ ഭൂമിയിലുള്ളതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളേറെ കോടിക്കണക്കിന് തരം ജീവികൾ എവിടെയുണ്ട്? ജീവികളും ജീവനില്ലാത്തതും എവിടെയുണ്ട്? കടലുണ്ട്. അപ്പൊ അതൊക്കെ അള്ളാഹുവിന്റെ അറിവിലും നിയന്ത്രണത്തിലും അവന്റെ അധികാരത്തിലും ഉള്ളവയാണ്. അല്ലെ? നമ്മൾ കാണാൻ സുന്ദര സാധനമുണ്ട്. നമ്മൾ മറ്റേ അക്വേറിയത്തിലൊക്കെ പോയി നോക്കിയാൽ ചില ആള് മീനെ കാണും. അല്ലെ? അപ്പൊ കടലിന്റെ ഉള്ളിലൊക്കെ പോയി ഗവേഷണത്തിലാക്കാണ്ടല്ലോ. ചില വലിയ അക്വേറിയത്തൊക്കെ പോയാൽ കാണാം കടലിലുള്ള പലജാതി കടലിന്റെ അടിയിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുകൊണ്ട് ഇതാക്കിയിട്ട് ഭയങ്കര അത്ഭുതം തോന്നും. ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ പൊടി വന്ന സാധനമൊക്കെ ഇങ്ങനെ മറ്റേ സ്റ്റാർ ഫിഷ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു പൊടി മാത്രമേ കാണത്തുള്ളൂ. അല്ലെ? ഒന്നും ഉണ്ടാവില്ല. എന്തൊരു രസം. ആ വോയിസിലുള്ളത് ഞാൻ അവിടെ നിന്ന് കണ്ടത്. പിന്നെ അതേമാതിരി പിന്നെ നമ്മളെ വലിയ തന്തൂരി ഉണ്ട്, ചപ്പാത്തി വലത്തെ കുബൂസ് വലത്തെ അതേമാതിരത്തെ സാധനങ്ങളുണ്ടോ? അങ്ങനെ വലിയ വട്ടക്കുടമായത്തെ ഇങ്ങനെ ഇറങ്ങി വെക്കുന്നുണ്ടോ ഓളമിടണായി. അങ്ങനെ എന്തെല്ലാം അത്ഭുതം. അപ്പൊ ഇതൊക്കെ ആരതാ? കടലിൽ പിടിക്കുന്ന മീന്, വെള്ളത്തിൽ കിടക്കുന്ന മീനുകൾ. ഇവിടെ കരയുള്ള ജീവജാലങ്ങളെക്കാൾ എന്തുണ്ടാവും? മീൻ തന്നെ ഉണ്ടാവും. പരലുണ്ടാവും. തോട്ടിലുള്ള പരല് എത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉണ്ടാവും ഒരു ദിവസം ഇറങ്ങിയാൽ. അപ്പോ ഇതൊക്കെ എത്ര എണ്ണം എന്ത് യഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുമുള്ളത് അള്ളാഹു അറിയുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ, സഖത്താണ് വീണു, യസ്ഖുതു വീഴുന്നു. വമാ തസ്ഖുതു വീഴുന്നില്ല, മിൻ വറഖത്തിൻ ഇലയിൽ നിന്ന്, എന്നാൽ ഇലയിൽ നിന്ന് ഒന്നും വീഴുന്നില്ല. ഇല വീഴുന്നില്ല എന്നല്ല, അവിടെ മീൻ ചേർത്തണ്ട. മിൻ വറഖത്തിൻ ഇലയിൽ നിന്ന്, എന്നാൽ ഇലയിൽ നിന്ന് ഒരു ഇലയും വീഴുന്നില്ല. ഇല്ലാ യഅലമുഹ, അതിനെ അവൻ അറിഞ്ഞിട്ടല്ലാതെ. ഇല്ല അല്ലാതെ. യഅലമു അള്ളാഹു അറിയുന്നു. ഹാ അതിനെ, ഏതിനെ? ആ വറഖത്തെന്ന ഒരേ ഇലാണ്. വറഖുൻ എന്നാൽ ഇലകളായി. ഇവിടെ വറഖത്തെ വരും. മിൻ വറഖത്തിൻ ഇലയിൽ നിന്ന് ഒരു ഇലയും വീഴുന്നില്ല. ഇല്ല അല്ലാതെ. യഅലമു അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ. ഹാ ആ ഇലയെ. അത് നോക്കിയാൽ എന്തൊരു പ്രയോഗ. ഒരു ലോകത്ത് ഇത്ര മരം പോട്ടെ, ഒരു മരം, ആ മരത്തിന്റെ മുകളിൽ എത്ര ഇല എപ്പോഴെല്ലാം താഴേക്ക് വീഴുന്നു അള്ളാഹ് അറിയാണ്ട് വീഴാൻ. ഇപ്പൊ വലിയൊരു ചെറിയ ചെറിയ ഇലകളാണ്. ഇപ്പൊ മറ്റേ ഈ കുണ്ണി, പുളി, ഇതുപോലുള്ള സാധനം ഓരോ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ വീണുകൊണ്ടേക്കും. ഒരു കാറ്റൊക്കെ അടിക്കാമെങ്കിൽ ഒരുപാട് എണ്ണം ചാടും. അപ്പൊ ഇത് എത്ര എണ്ണം, അങ്ങനെ ലോകത്ത് എത്ര പുളി ഉണ്ടാവും, എത്ര മരം ഉണ്ടാവും, ഒരു പറമ്പിൽ എത്ര ഉണ്ടാവും, അപ്പൊ ലോകത്ത് എത്ര ഉണ്ടാവും. ആ മരത്തിലുള്ള ഒരില വീഴുന്നത് പോലും അള്ളാഹു അറിയാതെ വീഴുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ അറിവിന്റെ ഇഹാസ. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർളി, വലാ ഹബ്ബത്തിൻ, ഹബ്ബത്ത് ധാന്യമണി. ഹബ്ബ് എന്നാൽ ധാന്യം എന്നാൽ ബഹുവചനായി. ഹബ്ബത്ത് എന്നാൽ ഒരു ധാന്യമണി. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർളി, ഭൂമിയുടെ ലുലുമാത്ത്, ലുൽമത്ത് അതിന്റെ ബഹുവചനം ലുലുമാത്ത്, അന്ധകാരങ്ങൾ, ഇരുട്ടുകൾ. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർളി, ഭൂമിയുടെ ഇരുട്ടുകളിൽ ഒരു ധാന്യമണിയുമില്ല. വലാ റസുബിൻ, ഒരു പച്ചയുമില്ല. വലാ യാബിസിൻ, ഒരു ഉണങ്ങിയതുമില്ല. ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, വ്യക്തമായ രേഖയിൽ ഉണ്ടായിട്ടല്ലാതെ. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർളി, ഭൂമിയുടെ അന്ധകാരങ്ങളിൽ ഒരു ധാന്യമണിയും ഇല്ല. വലാ റസുബിൻ, റസുബ് എന്നാൽ പച്ച. ഇപ്പൊ ഈ റുത്തബ് അല്ല, റുത്തബ് റുത്തബ് ഉണ്ടോ? നമ്മളിവിടെ ഉണ്ടാവില്ലേ ചിലപ്പോ. റുത്തബ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ആൾക്കാർ കൊണ്ടുവരും. റുത്തബ് എന്താണ്? പച്ച എന്നാല് പിന്നെ ചനച്ച് വരും. അതിനെന്തറിയാ? റുത്തബ് അറിയാം. പച്ചയല്ല എന്നാ പൂർണ്ണയും കുഴച്ചിട്ടില്ല. നമ്മൾ ചനക്കറിയില്ലേ, മാങ്ങയൊക്കെ ചനക്കുക, അങ്ങനെ പഴുപ്പ് ഇങ്ങനെ വരുന്ന അവര് ഇളം മഞ്ഞ കളർ ഉണ്ടാവും. നമ്മളിപ്പം ഇവിടെ വാങ്ങാൻ കിട്ടുന്നത് അത് ആ കാരക്ക അതിനൊരു ബ്രൗൺ കളറാണല്ലോ, ആ കളറിലേക്ക് വന്നില്ല. പച്ച ആണെങ്കിൽ നമ്മൾ ഇതുതായി വരെ പച്ചയുടെ കളർ ഉണ്ടാവും. ഇതിന് രണ്ടിനടുക്ക് ഇളം മഞ്ഞ കളറിൽ വരും. അതിനാണ് റുത്തബ് അറിയാം. ഇവിടെ എന്താ വെച്ചാൽ റസുബ് പച്ചനെ. വലാ റസുബിൻ, ഒരു പച്ചയോ. വലാ യാബിസിൻ, യബിസ എന്ന ഉണങ്ങുക, യാബിസ് ഉണങ്ങിയത്. വലാ യാബിസിൻ, ഒരു ഉണങ്ങിയതോ ഇല്ല. ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, ഇല്ല അല്ലാതെ. ഫീ കിതാബിൻ, കിതാബിൽ ഉണ്ടായിട്ടല്ലാതെ. മുബീനിൻ,
വ്യക്തമായ കിതാബ്. ഇവിടെ ഈ കിതാബ് ഏതാ? ഖുർആനല്ല, പിന്നെന്താണ്? അത് ലൗഹുൽ മഹ്ഫൂദാണ്. അള്ളാഹുവിന്റെ സംരക്ഷിത ഫലകം. എല്ലാ കാര്യങ്ങളും അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്ന അതാണ് കിതാബ് മുബീൻ അല്ലെങ്കിൽ ഇമാം മുബീൻ എന്നൊക്കെ ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ട്. വ്യക്തമായ രേഖ, വ്യക്തമായ ഗ്രന്ഥം. അപ്പൊ എന്താ അതിലില്ലാത്തൊരു സംഗതി തന്നെ. എല്ലാ കാര്യങ്ങളും അള്ളാഹു രേഖപ്പെടുത്തിയ കിതാബാണത് ലൗഹുൽ മഹ്ഫൂദ് എന്നത്. എല്ലാ സംഗതികളും ലോകത്ത് എന്തെല്ലാം ഉണ്ടാകണം, ഉണ്ടാകുന്നു, ഉണ്ടാകാൻ പോകുന്നു, എല്ലാം ലൗഹുൽ മഹ്ഫൂദാണ് ഉദ്ദേശിച്ചത്. കിതാബ് ഉദ്ദേശിച്ചത് ലൗഹുൽ മഹ്ഫൂദ് തന്നെ. അതായത് ലോകം പടക്കുന്നതിന് 50,000 വർഷം മുമ്പ് അള്ളാഹു എന്ത് പറഞ്ഞു? എഴുതാൻ പറഞ്ഞതാണ്. എഴുത്, എന്തെഴുതുക കലമിനോട്. അപ്പൊ എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നു അതൊക്കെ എഴുതിക്കുന്നതാണ്. അപ്പൊ 50,000 വർഷം ഏതാ? നമ്മളെപ്പോഴത്തെ 50,000 അല്ല, അത് സൂര്യൻ ചന്ദ്രൻ ഉണ്ടായ നേരത്തല്ലേ നമ്മളെ കൊല്ലം മാസം ഉണ്ടാണ്. 50,000 കൊല്ലാണ്. അപ്പൊ ഈ സൂര്യൻ ചന്ദ്രൻ ഉണ്ടാകുന്നതിന് മുമ്പ്. അപ്പൊ അള്ളാന്റെ പക്കലുള്ള കൊല്ലാണ് ഉദ്ദേശിക്കുന്നത്. ആ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹിട്ട് എന്തൊക്കെ ലോകത്തുണ്ടാകും അതൊക്കെ അന്ന് രേഖപ്പെടുത്തിയിരുന്നു. അപ്പൊ അതന്നെ ആ 50,000 തന്നില്ലേ. അപ്പൊ അതാണ് ആ രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ് ഉദ്ദേശിച്ചത്. ഈ കിതാബ് മുബീൻ ലൗഹുൽ മഹ്ഫൂദ് ഉദ്ദേശിച്ചത്. സംരക്ഷിത ഫലകം എന്ന് പറയുന്നത്. ലൗഹ് ഫലക, സ്ലേറ്റ്, മഹ്ഫൂദ് സംരക്ഷിക്കപ്പെട്ട. മറ്റേ ഖുർആനിൽ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ എന്നല്ലേ, പരിശുദ്ധന്മാരല്ലാതെ അത് സ്പർശിക്കുന്ന അള്ളാന്റെ മലക്കുകളല്ലാതെ മറ്റാർക്കും തൊടാൻ കഴിയാത്ത ഗ്രന്ഥം. അതാണ് ഖുർആനെ കുറിച്ചല്ല. അപ്പൊ വഇൻദഹു മഫാത്തിഹുൽ ഗൈബി, അള്ളാഹുവിന്റെ പക്കലാകുന്നു അദൃശ്യത്തിന്റെ ഖജനാവുകൾ. ലാ യഅലമുഹ, ആ ഖജനാവുകളെ കുറിച്ച് അറിയുകയില്ല, ഇല്ലാ ഹുവ, അള്ളാഹുവിനല്ലാതെ. വയഅലമു, അവൻ അറിയുന്നു, മാഫിൽ ബർരി, കരയിലുള്ളതും, വൽ ബഹരി, കടലിലുള്ളതും. വമാ തസ്ഖുതു, വീഴുന്നില്ല, മിൻ വറഖത്തിൻ, ഇലയിൽ നിന്ന് ഒരു ഇലയിൽ തന്നെ, ഇല്ലാ യഅലമുഹ, ആ ഇലയെ കുറിച്ച് അള്ളാഹു മനസ്സിലാക്കിയിട്ടല്ലാതെ. വലാ ഹബ്ബത്തിൻ, ഒരു ധാന്യമണിയും തന്നെയില്ല, ഈ ളുലുമാത്തിൽ അർദി, ഭൂമിയുടെ ഇരുട്ടുകളിൽ. വലാ റത്ബിൻ, ഒരു പച്ചയുമില്ല, വലാ യാബിസിൻ, ഒരു ഉണങ്ങിയതുമില്ല, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, വ്യക്തമായ രേഖയിൽ ഉണ്ടായിട്ടല്ലാതെ. അപ്പൊ ഇനി ഒരു സംഗതി ഞാൻ പറയല്ല, എന്തെന്നാൽ അള്ളാഹുവിന്റെ അറിവിന്റെ വ്യാപ്തി സൂചിപ്പിക്കാനുള്ള ഇപ്പൊ പറഞ്ഞ ഇലയും ധാന്യമണിയൊക്കെ പറഞ്ഞത്. ധാന്യമണി പറഞ്ഞപ്പോ നെല്ല്, അതുപോലെ എന്തെല്ലാം സാധനങ്ങളുണ്ട്. നെല്ല് ഇപ്പൊ ഒരു വയലില് ഉണ്ടാക്കുന്ന നെല്ല് ഒരു കതിരിൽ എത്ര മണി നമുക്ക് എണ്ണ കഴിയോ? എണ്ണ കുത്തിരുന്ന ഒരു മുരട്ടുള്ള അതിൽ കുറെ മുട്ടി ഉണ്ടാവുമല്ലോ അല്ലേ? ഒരു മണി നെല്ലിട്ടാൽ അതിൽ കുറെ കതറുകളുണ്ടാവും. അതിൽ ഓരോന്നിനും കതിരുണ്ടാവും. ഓരോ കതറിലും ഒരുപാട് മണികളുണ്ടാവും. അപ്പൊ ഒരു മുരട്ട് മുറത്തുണ്ടാകുന്നതിനുള്ള കതിര് ധാന്യമണി ഉണ്ടാകാൻ വിചാരിച്ചാൽ നടക്കൂല. അപ്പൊ ലോകത്തുള്ള എന്തെല്ലാം തരത്തിലുള്ള ധാന്യമണികൾ. ഇനിവിടെ മഫാത്തിഹുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ ഹദീസിൽ ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിച്ച ഹദീസിൽ മഫാത്തിഹുൽ ഗൈബി ഖംസുൻ, അദൃശ്യത്തിന്റെ താക്കോലുകൾ എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളാണ്. ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ അക്കാര്യങ്ങൾ അറിയുകയില്ല എന്ന് പറഞ്ഞിട്ട് ഹുമ്മ ഖറഅ ഹാദിഹിൽ ആയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ലുഖ്മാനിലെ ഈ ആയത്ത് ഓതി. ഇത് ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ വയനസിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. ഇന്നല്ലാഹ, അള്ളാഹുവിന്റെ അടുക്കലാണ്. ഇന്നല്ലാഹു, അള്ളാഹു ഇൻദഹു, അവന്റെ അടുക്കലാകുന്നു, ഇൽമുസ് സാഅ. അപ്പൊ നേരത്തെ ഈ ആയത്ത് പറഞ്ഞ മഫാത്തിഹുൽ ഗൈബ് ഉണ്ടല്ലോ, അദൃശ്യത്തിന്റെ ഖജനാവുകൾ. ആ ഖജനാവുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് ലുഖ്മാനിലെ ഈ ആയത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. 5 കാര്യങ്ങൾ. ഒന്ന് ഇൽമുസ് സാഅ, അന്ത്യസമയം, ലോകാവസാനം വെപ്പുണ്ടാവും. അതൊരു ഗൈബിയായ കാര്യം. ആ കാര്യം ആർക്കേ അറിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. വയുനസ്സിലുൽ ഗൈസ, മഴ വർഷിപ്പിക്കുന്നവനും അവനാകുന്നു. വയഅലമു മാ ഫിൽ അർഹാം, മഴ വർഷിപ്പിക്കുന്നവൻ അവനാണെന്നാൽ എന്താ? മഴ പെയ്യുന്നതല്ലേ. പക്ഷെ മഴ എപ്പോൾ പെയ്യും, എവിടെ പെയ്യും, എത്ര അളവിൽ പെയ്യും, ഏത് സമയത്ത് പെയ്യും, കൃത്യമായിട്ടൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ലോകത്ത് എന്ത് ആധുനിക ശാസ്ത്രീയ കണ്ടുപിടുത്തവും സംവിധാനങ്ങളുണ്ടെങ്കിലും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. വയഅലമു മാ ഫിൽ അർഹാം, വയഅലമു, അവൻ അറിയുന്നു, മാഫിൽ അർഹാമി, റഹിമുൻ അതിന്റെ ബഹുവചനാണ് അർഹാം. റഹിം എന്ന ഗർഭാശയം. വയഅലമു മാഫിൽ അർഹാം, ഗർഭാശയങ്ങളിൽ ഉള്ളത് അവൻ അറിയുന്നു.
അപ്പോ സ്കാനിങ് നടത്തിയാൽ ആണോ പെണ്ണോ എന്നറിയാലോ, പിന്നെ എന്തിനാ അള്ളാഹ് നിരീക്ഷണം നടക്കാനുണ്ട്. ഇപ്പൊ സ്കാനിങ് നടത്തിയാൽ സ്കാനിങ് ആണോ പെണ്ണോ എന്നുള്ളത് മാത്രമല്ല ഇവിടെ, ഗർഭാശയത്തിലുള്ളത് തന്നെ ആണോ പെണ്ണോ എന്നുള്ളത് ഒരു വശമാണ്. ഇനി ആണാകട്ടെ പെണ്ണാകട്ടെ ഇവൻ എത്ര കാലം ജീവിക്കും, ഇവന്റെ ആയുധ എത്രയാണ്, ഇവൻ ഏത് നാട്ടിലേക്കും, ഇവൻ ഷഹീദാവോ ശക്തിയാവോ, സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാകുമോ, ഇതൊക്കെ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. ഇവന്റെ ചിറുക്ക അവിടെ അത് തീർക്കാനല്ല, അത് അള്ളാഹ്. ഇനി സ്കാനിങ് പോട്ടെ, ആണോ പെണ്ണോ എന്ന് കൃത്യമായി സ്കാനിങ്ങും അറിയാൻ പറ്റുമോ? ഒരു കുട്ടിയാണോ രണ്ടെണ്ണാണോ മൂന്നെണ്ണാണോ? അപ്പൊ ഈ ഗർഭിണിയാൾക്കാരൊക്കെ സ്കാൻ ചെയ്തിട്ട് ഒരു കുട്ടി രണ്ട് കുട്ടിയാണല്ലോ, ആ സ്കാനിങ് നടത്തിയിട്ട് തെറ്റി എത്ര റിപ്പോർട്ടുണ്ട്? ആണ് പെണ്ണായതും പെണ്ണാണായതും രണ്ടെണ്ണം തന്നെ മൂന്നെണ്ണായതും ഒരു കുഴപ്പമില്ല എന്നുള്ളത് അവസാനം കയ്യും കാലമൊന്നും ഇല്ലാതെ പ്രസവിക്കുന്നതും ഇതൊക്കെ സ്കാൻ ചെയ്ത് പിന്നെയും സ്കാൻ ചെയ്യും 3 മാസം അപ്പം കൂടുമ്പോ അല്ലെ, എന്നിട്ടും കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ അതുപോലും അറിയും എന്ന് പറയണ്ടെങ്കിലും അതിന് വിരുദ്ധമായിട്ടാണ് നടക്കുന്നത്. അവന് ബാക്കിയുള്ള പറയേണ്ടിയില്ല. പിന്നെ ഒമാ തദ്രി നഫ്സും മാതാ തക്ഷിബു ഗദൻ, അതാണ് 4ാമത്തെ കാര്യം. ഒമാ തദ്രി നഫ്സുൻ, ഒരാത്മാവും അറിയുകയില്ല മാതാ തക്ഷിബു ഗദൻ, നാളെ എന്ത് പ്രവർത്തിക്കും എന്ന്. ഇന്ന് ഇത് നമുക്ക് ഓർമ്മല്ല. ഇന്നിപ്പോ ആരും തെളിയിച്ചാൽ എന്തൊക്കെ ജീവിച്ചാൽ കൃത്യമായിട്ട് വേണിക്കോ തെറ്റിപ്പോവും, എന്തായാലും വിട്ടു. നാളെ ചോദിച്ചാലോ ഉണ്ടാവില്ല. ഒമാ തദ്രി നഫ്സും ബി അയ്യി അർളിൻ തമൂത്ത്, ഏത് നാട്ടിലാണ് ഓരോ മനുഷ്യനും മരിക്കുക എന്നുള്ളതും 5ാമത്. അത് ആർക്കെ അറിയുന്നു? അള്ളാഹ്ക്കെ അറിയുന്നു. അപ്പൊ നമ്മൾ സാധാരണ കേൾക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതാണ് മഫാത്തിഹുൽ ഗൈബ് നേരത്തെ പറഞ്ഞ കാര്യം ആയത്തുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. 1 അന്ത്യസമയം, 2ാമത്തത് മഴയെ സംബന്ധിച്ച കാര്യങ്ങൾ, 3 ഗർഭാശയത്തിലുള്ള കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ എന്ത് പ്രവർത്തിക്കും നാളെ, പിന്നെ എവിടെ മരണപ്പെടും, ഈ 5 കാര്യങ്ങൾ. വമാ തഹ്മിലു മിൻ ഉൻസ, അടുത്ത ആയത്തിൽ അല്ലേ, വമാ തഹ്മിലു മിൻ ഉൻസ വലാ തളഉ ഇല്ലാ ബിഇൽമിഹി, സൂറത്ത് ഫാത്തിർ 11ാമത്തെ ആയത്തിൽ. വമാ തഹ്മിലു, ഹമല യഹ്മിലു എന്നർത്ഥം വഹിക്കുക, ചുമക്കുക, ഏറ്റുക, ഗർഭം ധരിക്കുക. അതൊരു ഭാരം ചുമക്കലാണല്ലോ, അതുകൊണ്ടാണ് ഹമല യഹ്മിലു എന്ന് പറഞ്ഞത്. ഹമല യഹ്മിൽ എന്ന് പറഞ്ഞാൽ വഹിക്കുന്നു, ചുമക്കുന്നു. ഗർഭം ധരിക്കുക, ഹംല് ഗർഭം, ചുമട്, ഭാരം. വമാ തഹ്മിലു, വഹിക്കുന്നില്ല, ഗർഭം ധരിക്കുന്നില്ല. മിൻ ഉൻസ, ഉൻസ പെണ്ണ്. ഇവിടെ നേരത്തെ മിൻ വറക്കത്തിൽ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എന്താണ്, പെണ്ണ് ഗർഭം ധരിക്കുന്നില്ല എന്നല്ല, മിൻ ഉൻസ, പെണ്ണിൽ നിന്ന് ഒരു പെണ്ണും ഗർഭം ധരിക്കുന്നില്ല. ഇവിടെ പെണ്ണ് എന്ന മനുഷ്യൻ മാത്രമല്ല, ഗർഭം ധരിച്ച് അല്ലെങ്കിൽ കുഞ്ഞിന് ജന്മം നൽകുന്ന ഏതെല്ലാം പെൺവർഗമുണ്ടോ അത് മറ്റു ജീവികളും പെടും. അപ്പോ ഒന്നും ഗർഭം ധരിക്കുന്നില്ല. വലാ തളഉ, വളഅ എന്നാൽ വെച്ചു, പ്രസവിച്ചു, ഭാരം വെക്കലാണല്ലോ, അതാണ് പ്രസവിക്കുന്നത്. വലാ തളഉ, തളവ് അറിയാൻ കാരണം ഉൻസ, ആ പെണ്ണ് ഒരു പെണ്ണും പ്രസവിക്കുന്നുമില്ല. ഇല്ലാ ബിഇൽമിഹി, അള്ളാഹുവിന്റെ അറിവോട് കൂടിയിട്ടല്ലാതെ. ഇല്ല അല്ലാതെ, ബിഇൽമിഹി അള്ളാഹുവിന്റെ അറിവോട് കൂടിയിട്ടല്ലാതെ. വമാ തഹ്മിലു, ഗർഭം ധരിക്കുന്നില്ല, മിൻ ഉൻസ ഒരു പെണ്ണും തന്നെ, വലാ തളഉ പ്രസവിക്കുന്നുമില്ല, ഇല്ലാ ബിഇൽമിഹി അവന്റെ അറിവ് കൊണ്ടല്ലാതെ, അല്ലെങ്കിൽ അവന്റെ അറിവോടുകൂടിയല്ലാതെ. ഇതിപ്പോ എന്തിനാ പറയുന്നത്? അള്ളാഹുവിന്റെ അറിവിന്റെ ഇഹാഫ, അത് വലയം ചെയ്യുന്നു. അപ്പൊ ലോകത്ത് സ്ത്രീ വർഗത്തിൽപ്പെട്ട മനുഷ്യന്മാരും ജീവജാലങ്ങളും ജന്തുക്കളും പ്രാണികളും നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതും ഒക്കെ ഉണ്ട്. ഇതൊക്കെ അവിടെ ഗർഭം ധരിക്കുന്നു. അപ്പോ എപ്പോൾ ഗർഭം ധരിക്കുന്നു, എന്തിനെ ഗർഭം ധരിക്കുന്നത്, ആണാണോ പെണ്ണാണോ ഒക്കെ വിടല്ലോ. വലാ തളഉ, ഇതെപ്പോൾ പ്രസവിക്കും? പ്രസവം നേരത്തെ പറഞ്ഞാൽ തന്നെ എപ്പോഴാ പ്രസവിക്കുക പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പോ എന്റെ അടുത്ത വീട്ടിൽ 23-ാം ഡേറ്റ് പറഞ്ഞ് ഇന്നലെ വൈകുന്നേരം വരെ എങ്ങനെയൊക്കെ നടന്നു. വൈകുന്നേരം 2 വായി ഉപയോഗം പ്രസവിച്ചു. മറ്റുള്ള 23-ാം ഡേറ്റ് പറഞ്ഞത് 5 ദിവസം മുന്നേ. ചിലപ്പോൾ 6-ാം മാസത്തിലുണ്ടാവും, ചിലപ്പോൾ പറഞ്ഞാൽ അപ്പുറവും പോകും. അപ്പൊക്കെ അള്ളാഹിന്റെ വൃത്തത്തിലാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കി ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിൽ എത്ര മെഡിക്കൽ കോളേജിൽ ദിവസത്തെ പ്രസവം അല്ലേ?
8 ദിവസം നടക്കുന്ന ഹോസ്പിറ്റലാണ് 20 ദിവസത്തിൽ നിന്ന്. അപ്പൊ 28 ദിവസം നടക്കുന്നുണ്ട്. ആ ഓരോ പെണ്ണും ഒപ്പം പ്രസവിക്കും. അങ്ങനെ ലോകത്ത് ഇത്ര മനുഷ്യന്മാരും മനുഷ്യന്മാരല്ലാത്ത ജന്മം നടക്കുന്നതും ആലോചിക്കുന്നത് ഒക്കെ ഇല്ലാതെയായിരിക്കും. അള്ളാന്റെ അറിവോട് കൂടി അല്ലാത്ത ഒന്നും നടക്കില്ല അവിടെ. ലി താലമോ അന്നല്ലാഹ, അടുത്ത ആയത്ത് ലി താലമോ അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ശൈഇൻ ഇൽമ. ലി താലമോ അന്നല്ലാഹ, ഇത് സൂറത്ത് ത്വലാഖിന്റെ അവസാനത്തെ ആയത്താണ്. 12ാമത്തെ ആയത്ത്. 12 തലാഖുള്ള അതിന്റെ ഏറ്റവും അവസാനത്തെ ആയത്താണ്. അവിടെ ഇതിന്റെ മുന്നേ പറയുന്നത് എന്താണ്? ഈ ആയത്തിന്റെ മുന്നേ പറയുന്നത് അള്ളാഹു ആണ് 7 ആകാശങ്ങളും 7 ആകാശങ്ങളെ പോലെ ഭൂമിയും സൃഷ്ടിച്ചവൻ. പിന്നെ അതിനിടയിലുള്ള കാര്യങ്ങളും ഇതൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത്? അള്ളാഹുവാണ്. ഇതൊക്കെ പറഞ്ഞ ശേഷം പറയാൻ ഇതൊക്കെ അള്ളാഹു ഏർപ്പെടുത്തിയത് എന്തിനാ? ലി തഅലമൂ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ 7 ആകാശങ്ങളെ സൃഷ്ടിച്ചതും 7 ഭൂമിയെ സൃഷ്ടിച്ചതും അവർക്കിടയിലുള്ള കാര്യങ്ങളും അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളും എല്ലാം അള്ളാഹുവിടെ സംവിധാനിച്ചത് ലി തഅലമൂ, മനുഷ്യൻ അറിയാൻ വേണ്ടിയാണ്. എന്തറിയാൻ? അന്നല്ലാഹ, അള്ളാഹു ആണെന്ന്, അലാ കുല്ലി ശൈഇൻ, എല്ലാറ്റിനും അള്ളാഹു ഖദീറുൻ, ഖദീർ കഴിവുറ്റവനാണ് എന്ന് മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ലി തഅലമൂ, നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയാകുന്നു. ഈ ആയത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ നോക്കണ്ടേ, ഞാൻ ഈ പറഞ്ഞ ആശയമാണ്. ലി തഅലമൂ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്ത് മനസ്സിലാക്കാൻ? അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുറ്റവനാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ. രണ്ടാമത്തെ കാര്യോ വ അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ഖദ് അഹാത, ഇവിടെ നമ്മൾ വിഷയം എഴുതുന്നത് അത് അഹാത, അള്ളാഹു എന്താക്കിയിരിക്കുന്നു? വലയം ചെയ്തിരിക്കുന്നു. ബികുല്ലി ഷൈഇൻ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ അഹാത്തന്റെ കൂടെ എന്ത് ഉപയോഗിക്കും? ബി ചേർക്കും. അഹാത്ത ബികുല്ലി ഷൈഇൻ, അവിടെ ബിക്ക് അർത്ഥം വരേണ്ട കാര്യമില്ല. ബികുല്ലി ഷൈഇൻ, എല്ലാറ്റിനെയും വലയം ചെയ്തിരിക്കുന്നു അള്ളാഹു. എന്തുകൊണ്ട് വലയം ചെയ്തിട്ടുണ്ട്? വലയം ചെയ്യാൻ ഉപയോഗിച്ച സാധനം എന്താ? നൂലാണോ, കമ്പിയാണോ, സിമന്റാണോ? ഇൽമൻ, അറിവിനാൽ അള്ള പൊതിഞ്ഞിരിക്കുന്നു. അഹാത്ത, അള്ള പൊതിഞ്ഞിരിക്കുന്നു. ബികുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും എല്ലാ വസ്തുതകളെയും. എന്തുകൊണ്ട് പൊതിഞ്ഞു? ഇൽമൻ, അറിവിനാൽ. അപ്പോ അറിവിന്റെ ഒരു കവചം ഈ പ്രപഞ്ചത്തിന്റെ മേൽ അള്ളാഹുവിൻ്റെതായി ഉണ്ട്. അപ്പൊ ഒരു ഭയങ്കര നെറ്റ്വർക്കാണ്. ഒന്നായിട്ട് ലോകം മുഴുവൻ ചുറ്റുന്ന നെറ്റ്വർക്ക്. അഹാത്ത ബികുല്ലി ഷൈഇൻ ഇൽമ, എല്ലാറ്റിനെയും അറിവിനാൽ അള്ളാഹു വലയം ചെയ്തിരിക്കുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ഇതെനിക്ക് ആഴ്ച അത്ഭുതമുണ്ട്. ഞാൻ കുറെ മുമ്പ് ഒരു അഖീദന്റെ തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു സൗദിയിൽ ഒരു പണ്ഡിതൻ എഴുതിയതാണ്, ഒരു ചെറിയൊരു ബുക്കാണ്. അതിൽ ഇയാൾ മുമ്പ് കുറെ സംഗതികൾ വിശദീകരണം കൊടുത്തിട്ട് ഈ ആയത്ത് കൊടുത്തിട്ട് ഈ ലോകം തന്നെ അള്ള പടച്ചത്, ഭൂമിയും ആകാശവും 7 ആകാശവും 7 ഭൂമിയും അള്ളാഹു പടച്ചത് എന്തിനാണ്? മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യൻ എന്ത് മനസ്സിലാക്കാൻ? അള്ളാഹുവിനെ മനസ്സിലാക്കാൻ. അള്ളാഹുവിനെ നമ്മളെ മാത്രമല്ല നമ്മൾ പഠിച്ചത്. ഈ ലോകത്ത് നമുക്ക് നേർക്കാൻ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഉപദ്രവമുള്ളതും എല്ലാം ഉണ്ട്. പണ്ടജാതി സാധനങ്ങളുണ്ട്. ഇതൊക്കെ അടങ്ങുന്ന ഈ ഭൂമിയെ ആകാശത്തെ അള്ള പഠിച്ചത് മനുഷ്യൻ മനസ്സിലാക്കണം. എന്തിന്? അള്ള കഴിവുറ്റവനാണ്, അള്ളാഹു അറിയാത്ത സംഗതി ലോകത്തില്ല എന്ന് മനുഷ്യൻ മനസ്സിലാക്കാനാണ് ഈ ആകാശങ്ങളെയും ഭൂമിയും സൃഷ്ടിച്ചത്. അപ്പൊ ആകാശം ഭൂമി സൃഷ്ടിച്ചെന്നില്ല ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. എന്ത് മനസ്സിലാക്കാൻ? അള്ളാഹിനെ മനസ്സിലാക്കാൻ. എന്നിട്ട് ഈ ആയത്ത് കൊടുത്തിട്ട് മുമ്പ് വിജയിക്കുന്നത് വെച്ചാൽ, അപ്പോ നമ്മൾ അറിവ് നേടണം. ഇതിൽ തലവെന്നാണ് പറഞ്ഞത്, അറിയണം. അപ്പൊ നമ്മെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്താണ്? നമ്മെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ അറിയലാണ്. അപ്പൊ ഏറ്റവും വലിയ അറിവെന്താ? അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്. ആ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാനാണ് ഈ ലോകം തന്നെ അള്ളാഹു പഠിച്ചിട്ടുള്ളത്. നമ്മളിപ്പോ ഇതായാലും അല്ലാഹ് അലകുൽ അങ്ങനെ വായിക്കും. അപ്പൊ ഇത് മുന്നത്തെ ബന്ധിപ്പിക്കണം. ഇതിന്റെ മുന്നേ പറഞ്ഞ 7 ആകാശങ്ങളെയും അതുപോലെ ഭൂമിയെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നെ ആകാശങ്ങൾക്കിടയിൽ അള്ളാഹുവിന്റെ കൽപ്പനകളും കാര്യങ്ങളും ഇറങ്ങുന്നതും എന്നിട്ട് പറയാൻ ഈ തഅലമൂ, ഇതൊക്കെ എന്തിനാ? നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തറിയാൻ? അള്ളാഹുവിനെ അറിയാൻ. അപ്പൊ അള്ളാഹുവിനെ അറിയുക എന്നത് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ആരെ സൃഷ്ടിച്ചത്? മനുഷ്യൻ സൃഷ്ടിച്ചത്. എന്നാ മനുഷ്യൻ മനസ്സിലാക്കാതെ പോകുന്ന അറിവോ അതേതാ? അള്ളാഹിനെ കുറിച്ച്. അള്ളണ്ട് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ പോലും അള്ളാഹു ആര് എന്ന് ഖുർആനോ ഹദീസോ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നില്ല,
പഠിക്കില്ല. നമ്മൾക്ക് ഈ അഖീദന്റെ ഈ പുസ്തകം വായിക്കുന്ന എന്തിനാ? ഇതിന്റെ തുടക്കത്ത് പറഞ്ഞു അള്ളാഹുവിനെ അള്ളാഹു പഠിപ്പിച്ചതുപോലെ, അള്ളാഹു റസൂൽ പഠിപ്പിച്ചതുപോലെ മനസ്സിലാക്കാൻ. അത് പഠിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ ഈ ലോകം മനുഷ്യൻ സൃഷ്ടിച്ചത്. അതിന് വേണ്ടിയാണ് എന്ത് സൃഷ്ടിച്ചത്? ഈ ലോകം സൃഷ്ടിച്ചത്. അവ നോക്കി വേറെ ലക്ഷ്യമില്ല എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പറഞ്ഞത് രണ്ട് സമയം പറഞ്ഞു തഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒന്ന് മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് മനസ്സിലായിക്കോ. എന്നാ എന്താ വലുപ്പവും തടിയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയാൽ മറ്റു സൃഷ്ടികളിൽ നിന്ന് മനുഷ്യൻ പലപ്പോഴും എന്താണ് ദുർബലനാണ്. അപ്പോ എന്നേക്കാൾ കഴിവുള്ള ഭൂമിയിൽ തന്നെ ഉണ്ട്. ഇതിനൊക്കെ സൃഷ്ടിച്ച കഴിവുറ്റവനാരാ? അള്ളാഹു കൊണ്ട് അടങ്ങി മര്യാദിക്കാൻ നിന്നോ. വന്നല്ലാഹത് അഹാത്തബിക്കുല്ലി ചെയ്യുന്ന ഇൽമ. ചുളിവിൽ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിക്കണ്ട. ഈ ലോകത്തെ തന്നെ അള്ളാഹു ഇൽമ കൊണ്ടെത്തിയിട്ടുണ്ട്, പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒരു കാര്യവും പറയാനോ പ്രവർത്തിക്കാനോ ചെയ്യാനോ നിനക്ക് സാധ്യമല്ല. ഇത് മനസ്സിലാക്കാനാണ് ഈ ലോകം പഠിച്ചത്. അപ്പൊ തിരിച്ചു ശ്രദ്ധിച്ചോ. നമുക്ക് കിട്ടേണ്ട അജിമത് ഇവിടെ ഇപ്പൊ ഈ ആയത്ത് ഇവിടെ കൊടുത്തതിനാ അന്നല്ലാഹ അഹാത്ത ബിക്കുല്ലി ഷൈഇൻ ഇൽമ. അള്ളാഹു എല്ലാറ്റിനെയും ഇവിടെ ഹെഡിങ് എന്താ? ഇഹാത്തത്താണ്. അപ്പൊ ഇവിടെ അത് ഇവിടെ വന്നു എന്താണ്? അഹാത്ത ബിക്കുല്ലി ഷൈഇൻ ഇൽമ. പിന്നെ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. തീർച്ചയായും ഇതിനീ പറയുന്നത് വേറെ വിഷയമാണ്. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഹെഡിങ്ങിന്റെ കീഴിൽ. ഇതുവരെ പറഞ്ഞെന്താ? അള്ളാഹുവിന്റെ അറിവ് എല്ലാറ്റിനെയും പൊതിഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്നത് അള്ളാഹുവിന് ഇതുപോലെ എന്താണ് ഖുവ്വത്തുണ്ട് എന്നാണ്. അപ്പൊ അങ്ങനെ കൃത്യമായി അറിയണമെങ്കിൽ, അറിവ് കൊണ്ട് എല്ലാറ്റിനെയും പൊതിയണമെങ്കിൽ അതിനുള്ള എന്ത് വേണം? കഴിവ് വേണം. അപ്പോ ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു ഹുവ അവൻ അർ റസ്സാഖു. അള്ളാഹു റസ്സാഖാണ്. അള്ളാഹു റാസിഖാണ്, റസ്സാഖാണ്. നമ്മൾ റസാഖില്ലേ? റസാഖ് ആ റസാഖ് മലയാളത്തിൽ നമ്മൾ പേര് വരുന്ന റസാഖ്. ആ റസാഖ് റസ്സാഖാൻ. റസ്സാഖു അവൻ റസ്സാഖ്. അവൻ റിസ്ക് എന്താണ്? റിസ്ക് ഭക്ഷണത്തിന് പറയാം, ചില വിഭവത്തിനും പറയാം. അപ്പോ ഹുവർ റസ്സാഖു അവൻ ധാരാളമായി റിസ്ക് നൽകുന്നവനാകുന്നു. അവിടാണ് അബ്ദുർ റസ്സാഖ്, റസ്സാഖിന്റെ അടിമ എന്ന് വരുന്നത്. ഹുവർ റസ്സാഖു അവനാകുന്നു ധാരാളമായി റിസ്ക് നൽകുന്നവൻ. വെറും റിസ്ക് കൊടുക്കാന്നല്ല, റാസിഖ് എന്നല്ല, റസ്സാഖ് എന്നാണ്. ദുൽ ഖുവ്വ ഉള്ള, ഖുവ്വത്ത് ശക്തി, ദുൽ ഖുവ്വ ശക്തിയുള്ളവനുമാകുന്നു, അൽ മതീനു ബലവാനുമാകുന്നു. എന്നാൽ ഖുവ്വത്തിന്റെ ദുൽ ഖുവ്വത്തിന്റെ ഒന്നുകൂടി കൂടിയ അർത്ഥം കിട്ടുന്നതിന് മതീൻ ശക്തിയുടെ പൂർണ്ണം നേടിയവൻ. അതാണ് മതീൻ തന്നെ. അൽ ബാലിഗു ഫിൽ ഖുവ്വത്തി വൽ ഖുദ്റ നിഹായതഹുമ. അതാണ് കഴിവിലും ശക്തിയിലും അതിന്റെ അറ്റം പ്രാപിച്ചവൻ. അതാണ് മതീൻ. ശക്തിയുടെ പൂർണ്ണത പ്രാപിച്ചവൻ. ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു ഹുവർ റസ്സാഖു അള്ളാഹു റിസ്ക് ധാരാളമായി നൽകുന്നവനാകുന്നു, ദുൽ ഖുവ്വ ശക്തിയുള്ളവനാകുന്നു, അൽ മതീനു എന്താണ് ബലവാൻ എന്ന് മലയാളത്തിൽ പറയാ, ശക്തിയുടെ പൂർണ്ണത നേടിയവൻ, അങ്ങേ അറ്റമെത്തിയവൻ. ഓരോന്നിനും അതിന്റേതായ ശക്തിയും ബലമുണ്ട്. അള്ളാഹുവിനും ഖുവ്വത്ത് ഇവിടെ പറഞ്ഞു. പക്ഷെ എന്താണ് രണ്ടു തമ്മിൽ വ്യത്യാസം? ലൈസക്കലിതലീ ചെയ്യും. അള്ളാഹിനെ പോലൊന്നുമില്ല. എന്നാൽ ലോകത്തുള്ളതൊക്കെ അള്ളാഹിന്റെ സൃഷ്ടികളാണ്. അപ്പൊ അതിനൊക്കെ ഉള്ള ശക്തിയും ബലവും എന്തോ അതിനേക്കാൾ വലിയ ബലവും ശക്തിയും ആർക്കുണ്ട്? അള്ളാഹുണ്ട്. കാരണം അതിനൊക്കെ ശക്തിയും ബലവും കൊടുത്തവനാരാ? അള്ളാഹുവാണ്. പിന്നെ റസ്സാഖ് അതും അള്ളാഹുവിന്റെ ഒരു സിഫത്താണ്. ഇവിടെ പോയി ഇത് കൊടുത്തതിനാ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങളെ നോട്ടിൽ ഇത് പ്രത്യേകിച്ച് ഹെഡിങ് കൊടുത്തിട്ടില്ല. ഇൽമിനെ കുറിച്ചുള്ള ഹെഡിങ്ങിനാണ് ഈ ആയത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്താണ്? അള്ളാഹുവിന് ഖുവ്വത്തുണ്ട്, അതുപോലെ തന്നെ മതാനത്തുണ്ട്. അതാണ് മതീൻ എന്ന് പറഞ്ഞത്. ശക്തിയും ബലവും ഉള്ളവനാണ്. ഒരുപക്ഷെ ഈ ഇഹാസത്തിന്റെ ഹെഡിങ്ങിന്റെ കീഴിൽ ഇത് കൊടുക്കാൻ കാരണം ഈ എല്ലാം അറിയാനും മനസ്സിലാക്കാനും കഴിയണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള കഴിവും ശക്തിയും വേണം. അപ്പൊ ആ കഴിവും ശക്തിയുള്ള ആൾക്കേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നേരത്തെ പറഞ്ഞ ഇഹാസത്തിൽ ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. ഉണ്ടാക്കണേ വായിക്കാം. നമുക്ക് ഒന്നും വായിക്കലേ. വഖൗലുഹു തആല
ലൈസ കമിസ്ലിഹി ഷൈഉൻ. ഇതിന് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ടോ? ക്ലാസ്സിലുണ്ടോ? എന്താ അവിടുത്തെ സിഫാത്തു സമഇ ഇസ്ബാത്തു സമഇ വൽ ബസർ അല്ലേ? അല്ലാഹുവിന്റെ കാഴ്ചയും കേൾവിയും സ്ഥിരപ്പെടുത്തൽ. ഇസ്ബാത്തു സമഇ വൽ ബസർ. സമഇ ഇസ്ബാത്ത് എന്നാൽ നേരത്തെ പറഞ്ഞു നഫി ഇസ്ബാത്ത്, എന്താണ്? സ്ഥാപിക്കുക, സ്ഥിരപ്പെടുത്തുക. ഇസ്ബാത്തു സമഇ കേൾവി എന്ന സിഫത്ത് സ്ഥിരപ്പെടുത്തൽ. വൽ ബസർ കാഴ്ച എന്ന സിഫത്തും, രണ്ട് സിഫത്താണ് വേണ്ടത്. സമീഉ ബസീർ. ആർക്ക്? ലില്ലാഹി സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമഉം ബസറും ഉണ്ട് എന്നത് സ്ഥിരപ്പെടുത്തൽ. വ ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്ക്, ലൈസ കമിസ്ലിഹി ഷൈഉൻ. നേരത്തെ വന്നു ലൈസ, സ്വർഗത്തിനെ പറഞ്ഞു, ഇസ്ബാത്ത് നബി പറഞ്ഞപ്പോ ലൈസ ഇല്ല, കമിസ്ലിഹി അവനെ പോലെ, ഷൈഉൻ യാതൊന്നുമില്ല, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല, അതിന് വിശേഷിക്കില്ല. വഹുവ സമീഉൽ ബസീർ, വഹുവ അവൻ അസ്സമീഉ കേൾക്കുന്നവനാകുന്നു, അൽ ബസീറു കാണുന്നവനുമാകുന്നു. വഹുവ സമീഉൽ ബസീർ, അള്ളാഹു അസ്സമീഉ കേൾക്കുന്നവനാണ്, അൽ ബസീറു കാണുന്നവനുമാകുന്നു. ഇവിടെ ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്ന് പറഞ്ഞതിന്റെ തൊട്ടുകാല വഹുവ സമീഉൽ ബസീർ എന്ന് പറഞ്ഞതിൽ എന്താ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടെന്താ വായിക്കാൻ? അപ്പൊ അള്ളാഹുവിന്റെ നമുക്ക് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നിനെയും എന്ത് ചെയ്യാൻ പാടില്ല, സൃഷ്ടികളോട് താരതമ്യം ചെയ്യാൻ പാടില്ല. നേരത്തെ പഠിച്ചു, തുടക്കത്തിൽ പറഞ്ഞു, ഇതിന്റെ അടിസ്ഥാനം പറഞ്ഞപ്പോ. അപ്പോ അള്ളാഹുവിന്റെ കാഴ്ചയുണ്ട്, കേൾവിയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാഴ്ചയും കേൾവിയും ഇതുപോലെയല്ല, സൃഷ്ടികളുടെ കാഴ്ചയെ പോലെയോ കേൾവിയെ പോലെയല്ല. മനുഷ്യനെ കുറിച്ച് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ സമീപമാണ് ബസീറുമാണ് അല്ലെ? ഹലത്താൽ ഇൻസാൻ ഹീനമെല്ലാം മസ്കൂറ എന്നാ ഹലത്താൽ ഇൻസാൻ മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി നാം സൃഷ്ടിച്ചിരിക്കുന്നു. പരീക്ഷിക്കാനായതുകൊണ്ട് വെറുതെ പൊട്ടനാക്കി വിട്ടാൻ പറ്റില്ല. അപ്പൊ അല്ലാഹു സമീഅൻ ബസീറ, അവനെ കാഴ്ചയും കേൾവിയും കൊടുത്തു. മനുഷ്യന് കാഴ്ചയും കേൾവിയും കൊടുത്ത മനുഷ്യനെ പരീക്ഷിക്കാനാണ്. അപ്പൊ അവിടെ മനുഷ്യനെ കുറിച്ച് എന്താ പറഞ്ഞത്? മനുഷ്യൻ സമീഅാണ്, ബസീറാണ്. ഇവിടെ അള്ളാഹിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അള്ളാഹു ബസീറാണ്, സമീഅാണ്. പക്ഷേ അള്ളാഹുവിന്റെ കേൾവിയും സൃഷ്ടികളുടെ കേൾവിയും ഒരുപോലെയല്ല. അള്ളാഹുവിന്റെ കാഴ്ചയും നമ്മുടെ കാഴ്ചയും ഒരുപോലെയല്ല. അതിനാണ് അതിന്റെ അപ്പുറം എന്ത് പറഞ്ഞത്? ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. അപ്പൊ അള്ളാഹുവിനെ പോലെ കേൾക്കുന്ന ഒന്നുമില്ല, അള്ളാഹുവിനെ പോലെ കാണുന്ന ഒന്നുമില്ല. അപ്പൊ രണ്ടും ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം, വെറുതെ കൊടുത്തല്ല. ഇനി ഇതൊക്കെ പറയാൻ കാരണം എന്താ? ഇതിപ്പോ ഇതിനകത്ത് ആർക്കെ തർക്കം വന്നു വിചാരിക്കുമ്പോൾ, അള്ളാഹ് കാഴ്ചണ്ട്, കേൾവിയുണ്ട്, അതിലിപ്പോ എന്താ തർക്കം? പക്ഷെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പഴയചിന്താഗതിക്കാരായ ചില ആളുകൾ അള്ളാഹു ചെവിയില്ലാതെ കേൾക്കുന്നവൻ, കണ്ണില്ലാതെ കാണുവൻ അല്ലേ? ചെല്ലി പഠിക്കില്ലേ മറുപടി സുന്നിവാസൊക്കെ? ചെവിയിൽ കണ്ണില്ലാതെ കാണുന്നവൻ, അള്ളാഹ് കണ്ണില്ലേ? കണ്ണുണ്ട്. അപ്പൊ അള്ളാഹു കേൾക്കുന്നവനാണ്, പക്ഷെ അള്ളാഹുവിന് കേൾവി എന്ന ഒരു ഗുണമില്ല. വലല്ല പഴച്ച കക്ഷികളായ ആളുകളുടെ വിശ്വാസമാണ്, പണ്ട് കാലത്തിന്റെ ചർച്ചയാണ്. അള്ളാഹ് കേൾക്കുന്നവനാണ്, പക്ഷെ അള്ളാഹ് എന്തില്ല? കേൾവി എന്നൊരു സിഫത്ത് അള്ളാഹ്ക്കില്ല. കേൾക്കും. അള്ളാഹു കാണുന്നവനാണ്, പക്ഷെ കാഴ്ച എന്നൊരു സിഫത്ത് അള്ളാഹുവിനില്ല. അത് പഴച്ച ആൾക്കാരെ വിശ്വാസമാണ്. അപ്പൊ ആ ആളുകളെ എതിർക്കാനാണ് ഇവിടുത്തെ പറയുന്നത്. എന്ത്? അള്ളാഹു കേൾവിയുണ്ട്, കേൾക്കുന്നവനാണ്, കാഴ്ചയുണ്ട്, കാണുന്നവനാണ്. അപ്പോ കേൾവി, കാഴ്ച എന്ന സിഫത്തിനെ നിഷേധിക്കുന്ന ആളുകൾ മുസ്ലിം കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമല്ല. അള്ളാഹു കാഴ്ചയുള്ളവനും കാണുന്നവനുമാണ്, കേൾവി ഉള്ളവനും കേൾക്കുന്നവനുമാണ്. വഹുവ സമീഉൽ ബസീർ. പിന്നെ ആദ്യം പറഞ്ഞ വിഷയവും രണ്ടും ഒരുപോലെയല്ല. ഇതുകൊണ്ട് എതിർത്ത ആളുകളുണ്ട്. അള്ളാഹ് കാഴ്ച, അള്ളാഹ് കേൾവില്ലെന്നാൽ എന്താണ്? നമ്മൾ കാഴ്ചയും കേൾവില്ലേ? അപ്പൊ അള്ളാഹനെ നമ്മളെ പോലെയാണ് അള്ളാഹ്. അവിടെ എന്ത് ചെയ്യും? തംസീൽ അല്ലെങ്കിൽ തശ്ബീഹ് വരും, സാദൃശ്യപ്പെടുത്തൽ വരും. സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്താൻ പാടില്ല എന്നല്ലേ? അപ്പൊ അള്ളാഹ് കാണുന്നവനാണ്, കേൾക്കുന്നവനെന്നാൽ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയില്ലേ? അപ്പൊ അത് അബദ്ധല്ലേ? ആ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന നിലക്കാണ് ഇവർ എന്ത് വരുന്നത്? ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ എന്താ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ഒരു കാര്യമില്ല. അള്ളാഹ് കാണുന്നു, നമ്മളും കാണുന്നു, അള്ളാഹ് കേൾക്കുന്നു, നമ്മളും കേൾക്കുന്നു. പക്ഷെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ലൈസക മിസ്ലിഹി ഷൈഉൻ. അപ്പൊ അവിടെ സാദൃശ്യപ്പെടുത്തൽ വരുന്നില്ല. അപ്പൊ സാദൃശ്യപ്പെടുത്തുക എന്നൊരു അബദ്ധം വരുമോ എന്നുള്ളതൊക്കെയാണ് ഈ വ്യാഖ്യാനം വരുന്നത്. അതിന്റെ ആവശ്യമൊന്നുമില്ല.
അടുത്തത് ഇന്നല്ലാഹ നിഇമ്മ യഇദുകും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു നിഇമ്മ. നിഇമ്മ എന്നാൽ നിഅമ പ്ലസ് മ. നിഅമ പ്ലസ് മ. അപ്പൊ രണ്ട് മീം വന്നില്ലേ? നിഅമ മ രണ്ടിനെയും കൂട്ടി എന്താക്കി? നിഇമ്മ എന്നാക്കി. നിഅമ മ എന്നുള്ളത് നിഇമ്മ എന്നാക്കി. എന്താ നിയമ എന്നാൽ? നിയമ. നിയമത്ത് എന്നാൽ അനുഗ്രഹം. ഇതല്ല. നിയമ എന്നാൽ എത്ര നല്ലത്. നിയമ ബീസ തഅജ്ജുബിന് വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളാണ്. നിയമ എത്ര നല്ലത്, ബീസ എത്ര ചീത്ത. ഇപ്പൊ ബീസ മസ്ബൽ മുത്തകബ്ബിരീൻ ഖുർആനിലെ അവരുടെ മുത്തകബ്ബിരീങ്ങളുടെ മസ്വ, അവരുടെ മടക്കസ്ഥാനം, സങ്കേതം ബീസ എത്ര ചീത്ത. നിയമ അജ്റുൽ ആമിലീൻ പ്രവർത്തിക്കുന്നവരുടെ കൂലി നിയമ എത്ര നല്ലതാണ്. രണ്ടും ഖുർആനിൽ വന്ന് സുമറിൽ ഒരു സ്ഥലങ്ങളിൽ കാണാം. അപ്പോ ആ നിയമ ബീസ അതാണ് ഇവിടെ ഉപയോഗിച്ച നിയമ. അതിനോട് കൂടെ എന്ത് ചേർത്തു? മാ എന്ന് ചേർത്തു. അപ്പൊ നിയമ എത്ര നല്ലതാണ്. മാ ഒന്ന്. ഏതൊന്ന്? യഇദു വഅല യഇദു എന്നാ വഅലറിയ ഉപദേശിക്കുക. വഅല യഇദു വഅല യഇദു ഉപദേശിക്കുന്നു. കും നിങ്ങളെ. അപ്പൊ എന്താ? മാ യഇദു ഉപദേശിക്കുന്നത്. കും നിങ്ങളെ. ആര്? അല്ലാഹു. ബിഹി അതുകൊണ്ട്. ഇനി അവസാനത്തെ കൂടെ പറഞ്ഞു നോക്കി. അതുകൊണ്ട് എന്നുള്ളത് ഏതൊന്നുകൊണ്ട് നിങ്ങളെ അവൻ ഉപദേശിക്കുന്നുവോ അത് നിഅമ എത്ര നല്ലതാണ്. മനസ്സിലെ? നിഅമ മാ നിഇമ്മ എത്ര നല്ലതാണ്. മാ അത് ഏത് കാര്യം? യഇദുകും നിങ്ങളെ അവൻ ഉപദേശിക്കുന്നു. ബിഹി അതുകൊണ്ട്. ഏതൊന്നുകൊണ്ട് നിങ്ങളെ അവൻ ഉപദേശിക്കുന്നുവോ അതെത്ര നല്ലത്. അള്ളാഹ് നിങ്ങൾ ഉപദേശിക്കുന്ന കാര്യം എത്ര നല്ലതാണ്. സ്വീകരിച്ചോളൂ. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു. എന്നിട്ട് എന്താ പറയുന്നത്? ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു കാന ആകുന്നു, സമീഅൻ കേൾക്കുന്നവനും, ബസീറൻ കാണുന്നവനും. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ തീർച്ചയായും അല്ലാഹു കാണുന്നവനും കേൾക്കുന്നവനും ആകുന്നു. അപ്പോഴെന്താ? അള്ളാഹുവിന് എന്തുണ്ട്? സമഅ് ബസർ എന്ന രണ്ട് സിഫത്തുകളുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു സമീഉമാണ് ബസീറുമാണ്. ഇനി ഇവിടെ കാന എന്ന സാധനം എന്താ? ഉണ്ടായി. ഇപ്പൊ ഉണ്ടായി. നേരത്തെ അല്ല. കാന ഇപ്പൊ ഉണ്ടായി. അല്ലെങ്കിൽ ആയിരുന്നു. രണ്ടാമത് ഉപയോഗിക്കാലോ. പക്ഷെ അങ്ങനെ അർത്ഥം വെക്കാൻ പറ്റില്ല അള്ളാഹിനെ കുറിച്ച് പറയുമ്പോ. അപ്പൊ ഇന്നല്ലാഹ അള്ളാഹു കാന സമീഅൻ കേൾക്കുന്നവനായി. ഇപ്പം കേൾക്കുന്നവനായി. അവൻ പണ്ട് കേൾവില്ലായിരുന്നു. ബസീറൻ കാണുന്നവനായി. ഇപ്പം കാണുന്ന ആളായി. നേരത്തെ അല്ല കാണുന്ന ആളല്ല. ഇനി അല്ലെങ്കിൽ കാന ആയിരുന്നു. ഇന്നല്ലാഹ കാന സമീഅൻ അള്ളാഹ് കേൾക്കുന്നവനായിരുന്നു. നേരത്തെ കേൾക്കുന്നവൻ ഇപ്പൊ കേൾക്കുന്ന ആളല്ല. അള്ളാഹ് പണ്ട് കേൾക്കുന്നവനായിരുന്നു. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. ഭാഷയിൽ കാണുന്ന ഉണ്ടായി അല്ലെങ്കിൽ ആയിരുന്നു എന്നാണ്. പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ അള്ളാഹു കാണുന്നവനും കേൾക്കുന്നവനും ആകുന്നു. മറ്റേ അർത്ഥം പറഞ്ഞാൽ എന്തായി? ഒന്നുകിൽ പിന്നെ ആദ്യം പിന്നെ ഉണ്ട് എന്നാവും, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായത് പിന്നെ ഇല്ല എന്നാവും. അള്ളാഹിനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹ് പണ്ടേ ഉണ്ട്, ഇന്നുണ്ട്. നേരത്തെ പറഞ്ഞ അവലിയത്തും ആഖിരിയത്തും പറഞ്ഞില്ലേ? അപ്പൊ എന്താ? ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ അള്ളാഹു കാണുന്നവനും കേൾക്കുന്നവനും ആകുന്നു. ഇരട്ട കൂടി ഒറ്റ അർത്ഥം പറഞ്ഞു. ഹുവൽ അവ്വലു അൽ ജംഉ ബൈന ഉലുവിഹി വ ഖുർബിഹി വ അദലിയതിഹി വ അബദിയതിഹി. അള്ളാഹുവിന്റെ ഉലുവും ഖുർബും, അള്ളാഹുവിന്റെ ഉന്നതിയും അള്ളാഹുവിന്റെ അടുപ്പവും, ഇത് രണ്ടും ഇടയിലുള്ള യോജിപ്പ് അല്ലെങ്കിൽ അതിനെ ചേർത്ത് പറയൽ. വ അദലിയതിഹി വ അബദിയതിഹി അള്ളാഹു പണ്ടുപണ്ടേ ഉള്ളവനാണ് എന്ന ആ ഗുണവും, വ അബദിയതിഹി അള്ളാഹു എന്നെന്നും ഉള്ള എന്ന ഗുണത്തെയും തമ്മിൽ സംയോജിപ്പിക്കൽ അല്ലെങ്കിൽ രണ്ടും ചേർത്ത് പറയൽ. വഖൗലുഹു സുബ്ഹാനഹു ഹുവൽ അവ്വലു വൽ ആഖിറു അള്ളാഹു ആദ്യത്തവനാണ് അവസാനത്തവനാണ്. ഇതെന്തിനെ പറ്റിയാണ് പറഞ്ഞത്? സമൻ കാലം, കാലത്തിന്റെ ആദ്യവും അവസാനവും എന്നാൽ പണ്ടും ശേഷവും അള്ളാഹു ഉണ്ട്.
വല്ലാഹിറു വൽ ബാത്തിൻ, പ്രത്യക്ഷമായവനും പരോക്ഷമായവനും. എന്നാൽ അതെന്തുമായി ബന്ധപ്പെട്ടതാണ്? സ്ഥലവുമായി ബന്ധപ്പെട്ടതാണ്. മക്കാൻ, ഒന്ന് സമാനുമായി ബന്ധപ്പെട്ടതാണ്, മറ്റത് മക്കാനുമായി ബന്ധപ്പെട്ടത്, സ്ഥലവും കാലവുമായി ബന്ധപ്പെട്ടത്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാറ്റിനെ കുറിച്ചും അറിയുന്നവനാകുന്നു. വഹുവൽ ഹക്കീമുൽ ഖബീർ, അല്ലാഹു യുക്തിമാനും ഖബീർ സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. അവ നേരത്തെ പറഞ്ഞു ഹക്കീം എന്ന് പറഞ്ഞാൽ ഒന്ന് ഹുക്മിൽ നിന്ന് അല്ലെങ്കിൽ ഹിക്മത്തിൽ നിന്ന്, പിന്നെ ഖബീർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി അറിയുന്നവൻ. വതവക്കൽ, നീ പരമേൽപ്പിക്കുക, അലൽ ഹയ്യി, ജീവനുള്ളവന്റെ മേൽ, അല്ലദി, എങ്ങനെയുള്ള, ലാ യമൂതു, മരിക്കാത്ത. പിന്നെ ഇഹാത്തത്തു ഇൽമിഹി ബി ജമീഇ മഖ്ലൂഖാതിഹി, അള്ളാഹുവിന്റെ അറിവിന്റെ വലയം ചെയ്യൽ, ബി ജമീഇ മഖ്ലൂഖാതിഹി, അവന്റെ സൃഷ്ടികളെ എല്ലാറ്റിനെയും. യഅലമു, അള്ളാഹു അറിയുന്നു, മാ യലിജു ഫിൽ അർളി, ഭൂമിയിലേക്ക് ഇറങ്ങുന്നതും പ്രവേശിക്കുന്നതും, വമാ യഖ്റുജു മിൻഹാ, അതിൽ നിന്ന് പുറത്തു വരുന്നതും, വമാ യൻസിലു മിനസ്സമായി, ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നതും, വമാ യഅറുജു മിൻ ഫീഹാ, ആകാശത്തിൽ കയറിപ്പോകുന്നതും. വഇൻദഹു, അവന്റെ അടുക്കലാകുന്നു, മഫാത്തിഹുൽ ഗൈബി, അദൃശ്യത്തിന്റെ ഖജനാവുകൾ, ലാ യഅലമുഹ, അവയെ അറിയുകയില്ല, ഇല്ലാ ഹുവ, അവനല്ലാതെ. വയഅലമു മാ ഫിൽ ബർരി, കരയിലുള്ളത് അവൻ അറിയുന്നു, വൽ ബഹരി, കടലിലുള്ളതും. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ, ഒരു ഇലയിൽ നിന്നും ഒന്നുപോലും വീഴുന്നില്ല, ഇല്ലാ യഅലമുഹ, അതിനെക്കുറിച്ച് അള്ളാഹു മനസ്സിലാക്കിയിട്ടല്ലാതെ. വലാ ഹബ്ബത്തിൻ, ഒരു ധാന്യമണിയുമില്ല, ഫീ ദുലുമാത്തിൽ അർളി, ഭൂമിയുടെ അന്ധകാരങ്ങളിൽ, ദുൽമത്ത് അതിന്റെ ജമാണ് ദുലുമാത്ത്. വലാ റത്ബിൻ, ഒരു പച്ചയുമില്ല, വലാ യാബിസിൻ, ഒരു ഉണങ്ങിയതുമില്ല, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, അള്ളാഹുവിന്റെ വ്യക്തമായ രേഖയിൽ ഉണ്ടായിട്ടല്ലാതെ. വമാ തഹ്മിലു, ഗർഭം ധരിക്കുന്നില്ല, മിൻ ഉൻസ, പെണ്ണിൽ നിന്ന് ഒരു പെണ്ണും, വലാ തളഉ, പ്രസവിക്കുന്നുമില്ല, ഇല്ലാ ബിഇൽമിഹി, അള്ളാഹുവിന്റെ അറിവോട് കൂടിയല്ലാതെ. ലിതഅലമു, നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഏതാകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതും എല്ലാം സൃഷ്ടിച്ചത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എന്നാൽ ഖദീർ അലാ കുല്ലി ഷൈഇൻ, അതാ അലാന്ന് ഉപയോഗിക്കുക, എല്ലാറ്റിനും അള്ളാഹു കഴിവുറ്റവനാണ്. വഅന്നല്ലാഹ, അള്ളാഹു ആണെന്നും, എന്താക്കാൻ, ആണെന്നും, ലിതഅലമു, നിങ്ങൾ മനസ്സിലാക്കാൻ, എന്താണെന്ന് മനസ്സിലാക്കാൻ. ഖദ് അഹാത, അവൻ വലയം ചെയ്തിട്ടുണ്ട്, ബികുല്ലി ഷൈഇൻ, എല്ലാറ്റിനെയും, ഇൽമൻ, അറിവിനാൽ പൊതിഞ്ഞിട്ടുണ്ട് എന്നും നിങ്ങൾ മനസ്സിലാക്കാൻ. വഖൗലുഹു, അല്ലാഹുവിന്റെ വാക്ക്, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഹുവർ റസ്സാഖു, അവൻ ധാരാളമായി വിഭവങ്ങൾ ഭക്ഷണം നൽകുന്നവനാകുന്നു, ദുൽ ഖുവ്വത്തി, ശക്തിയുള്ളവനാകുന്നു, അൽ മത്തീനു, ശക്തിയുടെ അങ്ങേയറ്റം പ്രാപിച്ചവനുമാകുന്നു. ഇസ്ബാത്തു സമഇ വൽ ബസർ, കാഴ്ചയും കേൾവിയും സ്ഥിരപ്പെടുത്തൽ, ലില്ലാഹി സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്. വഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വാക്ക്, ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ യാതൊന്നുമില്ല. വഹുവ, അവൻ അസ്സമിഉ, കേൾക്കുന്നവനും, അൽ ബസീറു, കാണുന്നവനുമാകുന്നു. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, നിഇമ്മ, എത്ര നല്ലതാണ്, യഇദുകും ബിഹി, നിങ്ങളെ ഉപദേശിക്കുന്നതെന്തോ അത്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, കാന സമീഅൻ ബസീറ, അവൻ കാണുന്നവനും കേൾക്കുന്നവനുമാകുന്നു. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി.